السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഫാമിലി അവൈക്കനിങ് കോൺഫറൻസിൻ്റെ സമാപന സംസാരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഗൗരവതരമായ ധാരാളം വിഷയങ്ങൾ എത്രത്തോളം കുടുംബത്തിലെ ഓരോ മെമ്പർമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇതിനകം സംസാരിച്ച വ്യക്തിത്വങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാവരും ഗ്രഹിച്ചു കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ സ്വർഗത്തിലെത്തുവാൻ തടസ്സമായി മാറുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണമെന്നതും നമ്മളെല്ലാവരും കേട്ടുകഴിഞ്ഞു. എന്നാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്? സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തീയിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന്. കാരണം ആ തീ എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകളോട് വിളിച്ച് ഓടി വരൂ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂ, ഞാനും മക്കളും വെന്തുരുകുകയാണ്, ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തൂ എന്ന് വിളിച്ചാൽ ആരും രക്ഷക്കെത്താത്ത അഗ്നിയാണ്. ആ തീ കെടുത്തുവാൻ ഒരു ഫയർഫോഴ്സും വരാത്ത അത്യധികം കഠിനകഠോരമായ നരകത്തീയാണ് അല്ലാഹു നമ്മോട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തവും മേൽനോട്ടവും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ പോലും നമ്മുടെ നിലവിളിക്കോ നമ്മുടെ അട്ടഹാസങ്ങൾക്കോ അല്പസമയത്തേക്ക് പോലും പരിഗണന പോലും നൽകാത്ത കഠിന ഹൃദയന്മാരാണ്, പരുഷന്മാരാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത്രത്തോളം കഠിനതരമായ ഒരു തീ, അതാണ് നരകം. ഞാനും നിങ്ങളും ഈ സ്ഥലത്തിപ്പോൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എത്രത്തോളം സത്യമാണോ അതിനേക്കാൾ 1000 മടങ്ങ് സത്യമാണ് നരകമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നരകത്തീയിൽ വെന്തുരുകാതെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഇണകളെയും നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിൽ അതെവിടെ വെച്ചാണ് നമ്മൾ കാത്തുരക്ഷിക്കേണ്ടത്? നാളെ മഹ്ശറിൽ കത്തിയാളുന്ന നരകത്തിയെ കാണുന്ന സമയത്താണോ? എൻ്റെ മകനെ അതിലിടല്ലേ, എൻ്റെ ഭാര്യയെ അതിലിടല്ലേ, എൻ്റെ ഭർത്താവിനെ അതിലിടല്ലേ, എൻ്റെ മക്കളെ അതിലിടല്ലേ എന്ന് അവിടെ വെച്ച് നിങ്ങൾ നരകത്തിയെ തടുക്കണമെന്നാണോ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്?
അതല്ല ദുന്യാവിലെ കാര്യമാണ് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇവിടെ നിന്ന് പഠിപ്പിക്കണം. അത് വ്യക്തമായ നിലയ്ക്ക് തന്നെ പഠിപ്പിച്ചു തരാനാണ് മഹാന്മാരായ പ്രവാചകന്മാർ വന്നത്. അതാരെങ്കിലും യോഗം കൂടി ഒരു മീറ്റിംഗിൽ തീരുമാനിക്കേണ്ട വിഷയമല്ല. മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് നിങ്ങൾ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണോ, അതിനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കാനാണ് ലക്ഷത്തിലേറെ വരുന്ന നബിമാരെ ഇങ്ങോട്ട് അയച്ചത്. ആ നബിമാരുടെ സമാപനം കുറിച്ചുകൊണ്ട് നിയുക്തനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനയിൽ വെച്ച് തൻ്റെ സഹാബിമാർക്കതാ കൃത്യമായി തന്നെ ഇത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു, ഒരു നേർരേഖ മണലിൽ വരച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ നേരായ വഴി. ഈ നേരായ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ നേരായ വഴിയിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന കുറേ ദുഷിച്ച വഴികളുണ്ട്, പല മാർഗങ്ങളുണ്ട്, പല വഴികളുണ്ട്. അതിലേക്കൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഞാൻ ഈ കാണിച്ചു തരുന്ന നേരായ വഴിയിലൂടെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ ശേഷം പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഓ ജനങ്ങളെ, അള്ളാഹിന്റെ റസൂൽ എന്താണ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? റബ്ബദാ നമ്മോട് പറയുന്നു, ഇതാണ് എൻ്റെ വഴി, ആ വഴിയെ മാത്രമേ നിങ്ങൾ പിൻപറ്റാവൂ. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന വഴികളിലേക്ക്, മാർഗങ്ങളിലേക്ക് നിങ്ങൾ തെറ്റിപ്പോയാൽ റബ്ബ് നിശ്ചയിച്ച ശരിയായ സ്വർഗത്തിലെത്താനുള്ള വഴിയില്ലെന്ന് അതൊക്കെ നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകും. ഇത് ഗൗരവത്തോടെ നിങ്ങളോട് ഉണർത്തുന്നത് നിങ്ങൾ ദോഷങ്ങളൊന്നും വരാതെ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് ഞാനും നിങ്ങളും ദിനേന റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആ മുസ്തഖീമായ പാത ഏതാണോ അതിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് നിർത്തണേ അല്ലാ. അതിൽ നിന്ന് തെറ്റിപ്പോയ വഴികളിലൂടെ പോയവരായ റബ്ബിൻ്റെ കോപം കിട്ടിയവരുണ്ട്, വഴിപിഴച്ചു പോയവരുണ്ട്, റബ്ബിൻ്റെ ശാപം കിട്ടിയവരുണ്ട്. ആ വഴികളിലൊന്നും നീ ഞങ്ങളെ ചേർത്തല്ലേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് റബ്ബേ ഞങ്ങളുടെ ഈ തേട്ടത്തിന് നീ ഉത്തരം തരണേ, ആമീൻ എന്ന് ചൊല്ലി നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹം അതാണ്, സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിർത്തിത്തരണം. അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ അതിൽ തുടരാൻ സാധിക്കണം. അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആ മാർഗം ആര് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചുവോ അവർക്ക് മരിക്കുന്ന നേരത്തെ സന്തോഷമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ ശരിക്ക് ശ്രദ്ധിക്കണം നമ്മൾ. അവർക്ക് സ്വർഗം കിട്ടുമെന്നാണോ, അവരുടെ മരണം നന്നാകുമെന്നാണോ? അല്ല, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവര് മാത്രമല്ല, ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനമായ പോയിന്റ്. സുമ്മസ്തഖാമൂ. പിന്നെ ആ പറഞ്ഞതുപോലെ നേരെ ചൊവ്വേ ജീവിച്ചവർ. റബ്ബുനല്ലാഹ് എന്ന് പറയുന്നൊക്കെ എളുപ്പമുണ്ട്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്.
അത് തെറ്റിപ്പോയ ഒരുപാട് കക്ഷികളും ഒരുപാട് വിഭാഗങ്ങളും അള്ളയാണ് റബ്ബ് രക്ഷിതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞതിന് അതേ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് പ്രധാനം. അത് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, സുമ്മസ്തഖാമു അലാ തൗഹീദില്ലാഹ്. അള്ളാഹ് പഠിപ്പിച്ച ആ ശരിയായ തൗഹീദ് ഉണ്ടല്ലോ, അതിൽ അടിയുറച്ചു നിന്നാലേ അങ്ങനെ സംഭവിക്കൂ. വലം യുഖ്ലിതു തൗഹീദല്ലാഹി ബിശിർകി ഗൈരിഹി ബിഹി. ഒരു നിലക്കും അള്ളാഹു പഠിപ്പിച്ച തൗഹീദിൽ ശിർക്കിന്റെ ഒരൽപ്പം പോലും അവൽ കലർത്തിയിട്ടുമില്ല. ഹുമുല്ലദീന ലം യുശ്രികൂ ബില്ലാഹി ശൈആ. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവര് മരിക്കുന്ന നേരത്ത് സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന മലക്കുകളാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ വരുന്നത്. സ്വർഗത്തിന്റെ വാർത്തയാണ് അവനോട് പറയുന്നത്. അവന് ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെതായ ഉന്നതമായ കാഴ്ചകളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഗഫൂറും റഹീമുമായ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് കേൾക്കുന്ന പറയുന്ന ഞാനും നിങ്ങളും ദുആ ചെയ്യണം എപ്പോഴും, അള്ളാഹുവേ എൻ്റെ മരണം അങ്ങനെയാക്കണേ എന്ന്. എവിടെ വെച്ച് മരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം എങ്ങനെ മരിക്കുന്നു എന്നതാണ്. ഈമാൻ കിട്ടി മരിക്കുക, സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കാനാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായിക്കൊണ്ട് മരിക്കാനാവുക, മലക്കുകളുടെ സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കാനാവുക, സ്വർഗീയ ആനന്ദ കാഴ്ചകൾ കണ്ടുകൊണ്ട് മരിക്കാനാവുക. അതിലേറെ സൗഭാഗ്യം നമുക്ക് നേടാനില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് എപ്പോഴും തേടുന്നു, തവഫന അല്ലെങ്കിൽ തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളുടെ കൂടെ നാളെ മഹ്ശറിൽ അവരുടെ ചാരത്തണയാൻ അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ ആ രൂപത്തിലുള്ള വക്താവായി മാറുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ എന്ന് മനമുരുകി തേടേണ്ടവരും തേടിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. കാരണം എന്താ? അത്രത്തോളം പ്രാധാന്യമുണ്ട് തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ. തൗഹീദ് അനുസരിച്ച് ജീവിച്ചവർക്ക് ആ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും ഈ ലോകത്ത് വന്നുകൊണ്ട് ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചാണ്. റബ്ബിന്റെ വഹിദാനിയത്ത്, റബ്ബിന്റെ ഏകത്വം, അതിന്റെ പ്രാധാന്യമാണ് സർവ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അതിന്റെ നേർവിപരീതമായ ശിർക്കിന്റെ ഗൗരവം, അതിന്റെ അപകടം, അതാണിവിടെ പ്രവാചകന്മാരഖിലം ഏറ്റവും പ്രാധാന്യപൂർവം ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും ഹൃദയങ്ങളിലേക്ക് തുളച്ച് കയറുന്ന ചാട്ടുളി പോലെയുള്ള ആശയ ഗാംഭീര്യതയുള്ള വാചകങ്ങളിലൂടെ ഈ തത്വമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തേ കാരണം? ശിർക്ക് ജീവിതത്തിൽ വന്നു പോയാൽ വരുന്ന അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കോൺഫറൻസുകളിൽ ഈ പ്രസ്ഥാനം ജനങ്ങളോട് വളരെ പ്രാധാന്യപൂർവം തൗഹീദിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്, ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ആരെങ്കിലും ഒന്നിച്ചൊന്നായി മുശ്രിക്കുകളാക്കി തള്ളാനല്ല, എല്ലാവരെയും നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ് ജനങ്ങളെ, നിങ്ങളൊക്കെ ശിർക്കിലാണെന്ന് അവരുടെ മേൽ ആരോപണം ഉന്നയിക്കാനല്ല. ഗുണകാംക്ഷയോടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്തിനാണ്? സമൂഹത്തിൽ കാണുന്ന ശിർക്കിന്റെ ഓരോരോ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹം അതിൽ പെട്ടുപോകരുത്. നമ്മുടെ ഉമ്മ അതിലുണ്ടാകരുത്, മാതാപിതാക്കൾ ഉണ്ടാകരുത്, മക്കളുണ്ടാകരുത്, അയൽക്കാരുണ്ടാകരുത്, ബന്ധുമിത്രാദികൾ ഉണ്ടാവരുത്. നമ്മൾ പോകുന്ന സ്വർഗത്തിൽ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലെത്താൻ തടസ്സമാകുന്ന ഒരു അന്ധവിശ്വാസങ്ങളും അവരിൽ ഉണ്ടാകരുതെന്ന ഗുണകാംക്ഷ മനസ്സോടെ ആ നിലക്കുള്ള സ്നേഹത്തോടെയാണ് പ്രിയമുള്ളവരെ ഇത് പറയുന്നത്. അങ്ങനെ മാത്രമേ ഈ ഉള്ളവന്റെയും ശബ്ദത്തെ, സംസാരത്തെ നിങ്ങൾ കണക്കിലെടുക്കാവൂ എന്നാണ് എനിക്ക് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ആരെയെങ്കിലും പരിഹസിച്ച് മുശ്രിക്കാക്കി കാഫിറാക്കി ഞങ്ങൾ മാത്രം സ്വർഗത്തിന്റെ ആളുകളാണെന്ന് മേനി നടിക്കാനുള്ളതല്ല ഈ പ്രോഗ്രാം. ഇവിടെ കൂടിയ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഇന്ന് നമ്മുടെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നാളെ വരാൻ പോകുന്ന നമ്മുടെ ഖബർ ജീവിതം, നമ്മുടെ പരലോക ജീവിതം, അവിടെ നമ്മൾ പരാജയപ്പെട്ടുകൂടാ. കാരണം ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതെന്താണ്?
ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ അവന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും വെള്ളത്തിലാണ്. ഒരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഓർമ്മ വെച്ച നാള് മുതൽ നമ്മളൊക്കെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷ? അള്ളാഹുവേ സ്വീകരിക്കണേ, നീ അത് തള്ളിക്കളയരുതേ, നീ അത് ഏറ്റെടുത്ത് വലിയ പ്രതിഫലം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക, ആ പ്രാർത്ഥനയൊക്കെ വെറുതെയായി മാറും എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ശിർക്ക് കലർന്നാൽ. ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളോട് വരെ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണത്. ലഇന്ന ശറക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജിതരായ നഷ്ടകാരികളായ ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് ലോകത്ത് വന്ന മുഴുവൻ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മാത്രമല്ല അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണത്. ഏത് തെറ്റ് ചെയ്തവർക്കും ഒരു വേള നാളെ പരലോകത്ത് വെച്ച് റബ്ബ് അവന്റെ ഫളില് കൊണ്ട്, കാരുണ്യം കൊണ്ട്, അവൻ്റെതായ വാത്സല്യം കൊണ്ട് പൊറുത്തു കൊടുത്തു എന്ന് വരാം. പക്ഷേ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടവന് ഒരിക്കലും അല്ലാഹു പൊറുക്കുന്ന പ്രശ്നമേയില്ല. എത്രത്തോളം ഗുരുതരമാണ് ശിർക്ക്! തീർന്നില്ല സഹോദരങ്ങളെ, ആ വ്യക്തിക്ക് സ്വർഗം നിഷിദ്ധമാണ്. മയ്യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ ഹറാമാണ്, സ്വർഗം അവന്റെ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ വമഅവാഹുന്നാർ, അവന് കിട്ടാനുള്ള സങ്കേതം ശാശ്വതമായ നരകമായിരിക്കും എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇനിയും സഹോദരങ്ങളെ, ദുനിയാവിൽ പോലും അതിൻ്റെ അപകടം നമുക്ക് വരാനുണ്ട്. ഈ സമുദായം ഇന്ന് കേഴുകയാണ്. മുസ്ലിം ഉമ്മത്ത് ഭീതിയിലാണ്. ഞങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമോ, ഞങ്ങളാകെ ആക്രമിക്കപ്പെടുമോ, നാട് കടത്തപ്പെടുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളും വേവലാതികളും ഇസ്സത്ത് നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ചർച്ചകളുമൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ഒറ്റമൂലിയുണ്ട്. അതെന്താ? നിങ്ങൾക്കൊരിക്കലും നിർഭയത്വം നഷ്ടപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളൊരിക്കലും നിങ്ങളുടേതായ ആ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കേണ്ടി വരില്ല, നിങ്ങൾ ദുർബലരാവരുതേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും ഇസ്സത്ത് തരുന്നത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ്. നമുക്ക് ഇസ്സത്ത് ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എല്ലാവരും നമ്മുടെ നേരെ അവരുടെ കൈകൾ നീട്ടുന്നുണ്ടെങ്കിൽ, എല്ലാവരും നമുക്ക് നേരെ അവരുടേതായ അക്രമത്തിൻ്റെതായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണക്കാര് ഞാനും നിങ്ങളുമാണ്. ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെതായ തിന്മകൾ കൊണ്ട് മൊത്തത്തിൽ ഇവിടെയുള്ള ഏതെങ്കിലും ശിക്ഷകൾ ഇറങ്ങുന്നതിന് അല്ലാഹുവേ, എൻ്റെ വിശ്വാസത്തിലെ തകരാറ് കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ, കർമ്മത്തിലെ തകരാറുകൾ കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടേതായ ഏറ്റവും പരമപ്രധാനമായ വിശ്വാസ വിശുദ്ധിയിൽ നിന്ന് മനുഷ്യനങ്ങ് മാറിപ്പോകുമ്പോ അവന്റെ ഇസ്സത്ത് തകർന്നു പോകുന്നു. ഇതൊക്കെ ശിർക്കിന്റെ അപകടങ്ങളാണ്, ഇതൊക്കെ ശിർക്കിന്റെ അപകടങ്ങളാണ്. എന്നിട്ടും നമ്മൾ സങ്കടപ്പെടുകയാണ്. എന്തേ അല്ല നമ്മളെ സഹായിക്കാത്തത്? അല്ല സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് ചപ്പ് ചവറുകളായ മാപ്പിളമാരെയല്ല. അല്ലാഹു സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് ആരെ മാത്രമാണ്? മുഅ്മിനീങ്ങളെ മാത്രമാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഇത് അല്ലാഹു പറഞ്ഞതല്ലേ. ഈമാൻ ഉള്ളവരെയാണ് സഹായിക്കുക. അല്ലാത്തവർ ആരായാലും ചിലപ്പോൾ റബ്ബ് അതിനനുസരിച്ചുള്ള കഷ്ടപ്പാട് കൊടുക്കും. നിങ്ങൾ നോക്കൂ, നബിയും സഹാബത്തും അവരെ പോലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആരാ ഉള്ളത്? ഉഹദ് യുദ്ധത്തിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനക്ക് ഒരൽപ്പം എതിര് ചെയ്ത്, ഒരൽപ്പം അനുസരണക്കേടും അച്ചടക്കക്കുറവും കാണിച്ചപ്പോൾ ഉഹദ് യുദ്ധത്തിൽ നമുക്ക് തോൽവിയാണുണ്ടായത്. അതിനേക്കാൾ അംഗസംഖ്യ കുറഞ്ഞ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായപ്പോൾ, അതിനേക്കാൾ അംഗസംഖ്യ ഉണ്ടായിട്ടും
ഉഹദിലെന്തേ നമ്മൾ പരാജയപ്പെട്ടത്? അവിടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കൽപ്പന അതിലെ ചില ആളുകൾ അംഗീകരിക്കാതെ വന്നപ്പോൾ ആ യുദ്ധത്തിൽ പരാജയം പറ്റിയെങ്കിൽ ശിർക്ക് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല, ഒരനുസരണക്കേട് അവരിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ മാരകമായ ശിർക്ക് വന്നു പോകുന്ന ഒരു സമുദായത്തിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാകുമോ? അതിനാ പറയുന്നതെന്ത്? നമുക്ക് റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ, ഇസ്സത്ത് നിലനിൽക്കണമെങ്കിൽ തൗഹീദിൽ നിന്ന് വിട്ടുപോകരുത്, ശിർക്കിന്റെ വക്താക്കളാവരുത്, അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അറിഞ്ഞുകൊണ്ടൊരു ഹറാമിലേക്ക് പോകരുത്, അറിഞ്ഞുകൊണ്ടൊരു ഹറാം കാണരുത്, കേൾക്കരുത്, പറയരുത്, സമ്പാദിക്കരുത്. ഏതെല്ലാം വിധത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കണോ അവർക്കാണ് ഇസ്സത്തുള്ളത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. എത്ര വ്യക്തമായിട്ടാണ് റബ്ബ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ശിർക്ക് ജീവിതത്തിൽ വരാതെ നോക്കണം. മഹാന്മാരായ പ്രവാചകന്മാർ പോലും പേടിച്ച മഹാപാപമാണ് ശിർക്ക്. അള്ളാന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പോലും പ്രാർത്ഥന എന്താണ്? വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, നീ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അഥവാ നിന്നിൽ പങ്കുചേർക്കുന്ന ശിർക്കിൻ്റെതായ പ്രവർത്തനങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അതിനോടടുക്കുന്ന ഒരവസ്ഥ പോലും വരാതെ നീ ഞങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തണേ. ഇതൊരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പോലും ദുആയാണ്. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പേരക്കിടാവ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് നമ്മളോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളത് മറക്കാതെ ദിനേന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എൻ്റെ ശ്രോതാക്കളിൽ ഒരുപക്ഷേ പലർക്കും ഇത് അറിയാമായിരിക്കും, അറിയാത്തവരുമുണ്ടാകും. നിങ്ങൾ നോട്ട് ചെയ്ത് മനഃപ്പാഠമാക്കി അർത്ഥം പഠിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലേണ്ട ദുആയാണ്. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അന്നുശ്രിക ബിക വ അന അഅലമു, അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നിന്നിൽ ഞാൻ പങ്കു ചേർക്കുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വ അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയുമാണ്. ലിമാ ലാ അഅലമു, അറിയാതെ വല്ല സമയത്തും എൻ്റെ വല്ല വാക്കുകൊണ്ടോ എൻ്റെ ചിന്ത കൊണ്ടോ ഏതെങ്കിലും നിലക്കൊരു ശിർക്കിൻ്റെ ലാഞ്ചന പോലും വന്നു പോകാതെ, അഥവാ വന്നു പോയെങ്കിൽ നീ എന്നോട് പൊറുത്തു തരണേ എന്ന് ശിർക്ക് വരാതിരിക്കാനുള്ള കാവൽ തേട്ടവും, വല്ലതും വന്നു പോകുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും അത് പൊറുത്തു കിട്ടുവാനുമുള്ള പ്രാർത്ഥനയും അടങ്ങുന്ന ദുആ മുത്ത് മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉമ്മമാരെ, നിങ്ങൾ ചൊല്ലണം, മക്കൾക്ക് പകർന്നു കൊടുക്കണം, രക്ഷിതാക്കൾ അത് മനഃപ്പാഠമാക്കണം, സർവ്വ മെമ്പർമാരും അത് കുടുംബത്തിൽ അവർ ചൊല്ലിയിരിക്കണം. അത്ര ഗൗരവ ശിർക്ക്, അത്ര ഗൗരവമാണ് ശിർക്ക്. എങ്കിൽ എന്താണ് ശിർക്കെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ റബ്ബുകളുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണോ ശിർക്ക്? ഒരുപാട് റബ്ബുകളുണ്ട്, ഒരുപാട് പടച്ചവന്മാരുണ്ട്, ഒരുപാട് ഇലാഹുകളുണ്ട് എന്നിങ്ങനെ വിശ്വസിച്ചു. ആ നിലക്ക് ഒരാൾ അങ്ങനെ പ്രഖ്യാപിച്ചു, അത് മാത്രമാണോ ശിർക്ക്? അല്ല. എന്താണ് ഈ ശിർക്ക് എന്ന് പറയുന്നത്? ഞാനതിൻ്റെ ഉദ്ധരണികൾ പറഞ്ഞിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ഏവർക്കും മനസ്സിലാക്കാവുന്ന, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന ലളിതമായി ചില കാര്യങ്ങളിലൂടെ പരിചയപ്പെടുത്തട്ടെ. റഹ്മാനായ റബ്ബിന് മാത്രമുള്ള ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ അല്ലാഹ് ഒരാൾക്കും ഒരു കാലത്തും വിട്ടുകൊടുത്തിട്ടില്ല.
അത് വിട്ടുകൊടുക്കുകയുമില്ല. അതേപോലെ അവൻ്റെ മാത്രമായ ചില വിശേഷണങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. അത് റബ്ബ് ഒരാൾക്കും കൊടുത്തിട്ടില്ല, നബിമാർക്ക് പോലും കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബാക്കിയുള്ളവർ. അങ്ങനെ ഒരാൾക്കും ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത അവൻ്റേത് മാത്രമായ ചില പ്രത്യേകമായ ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട് അല്ലാഹുവിന്. അതൊക്കെ ഉള്ളടങ്ങിയ നാമങ്ങളുമുണ്ട് അവന്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഏറ്റവും നല്ല നല്ല പേരുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന അവന് മാത്രമുള്ളതാണ്. ആശയങ്ങൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അല്ലാഹുവേ എന്ന് നമ്മൾ എത്ര തവണയാണ് ഒരു ദിവസത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത വിശ്വാസമുണ്ട്. ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ റബ്ബൻ്റെ വിളി കേൾക്കുന്നവനാണ്, ഈ വിളിക്കുന്ന എന്നെ കാണുന്നവനാണ്. എൻ്റെ ഈ പുറത്തേക്കുള്ള ശരീരം മാത്രമല്ല, ആർക്കും കാണാനാവാത്ത എൻ്റെ ബോഡിയിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അതുപോലും കാണാൻ കഴിയാവുന്ന അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതറിയുന്നവനാണ് റബ്ബ്. അങ്ങനെ മാത്രം അത്രത്തോളം അവൻ എന്നെ അറിയുന്നുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്. അവൻ ഞാൻ എന്ത് ഭാഷയിൽ പറഞ്ഞാലും അതൊന്നും അവന് പ്രശ്നമേ അല്ല. ഞാൻ ഉറക്കെ വിളിച്ചാലും പതുക്കെ വിളിച്ചാലും, ഭൂമിയിൽ വെച്ചാവട്ടെ, ആകാശത്ത് ഫ്ലൈറ്റിൽ വെച്ചാവട്ടെ, കടലിനടിയിൽ ഷിപ്പിൽ വെച്ചാവട്ടെ, എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ റബ്ബത് കേൾക്കും എന്ന വിശ്വാസമാണ് എനിക്ക് എൻ്റെ റബ്ബിനോട് തേടുമ്പോഴുള്ളത്. അതിലാർക്കും തർക്കമില്ലല്ലോ. ഈ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾ എല്ലാവരും ചിന്തിക്കുക, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ഇതല്ലേ നിങ്ങളുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എത്ര ക്ലിയറായ വിശ്വാസമാണത്. അങ്ങനെ തന്നെയാ വിശ്വസിക്കേണ്ടത്. എന്നാൽ ഇതേപോലെ നമ്മൾ മറ്റൊരാളോട് തേടുകയാണെന്ന് സങ്കല്പിക്കുക. നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂ, പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. ശൈഖേ രക്ഷിക്കണേ, ബദിരീങ്ങളെ കാക്കണേ, മമ്പുറത്തപ്പാപ്പ രക്ഷിക്കണേ, മടവൂരെ കാക്കണേ എന്നിങ്ങനെ പച്ചയായി വിളിച്ച് തേടുന്ന ആളുകളുണ്ട്. അവരോട് ചോദിക്കൂ, നിങ്ങളെന്താണ് അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്നാണോ? നിങ്ങളെ കാണുന്നുവെന്നാണോ? നിങ്ങളുടെ ഖൽബ് പോലും അവർ നോക്കുന്നുണ്ടെന്നാണോ? നിങ്ങൾ പറയുന്നതൊക്കെ ഏത് ഭാഷയിലാണെങ്കിലും അവർക്കും മനസ്സിലാകുമെന്നാണോ? ചോദിക്കുന്നത് എന്താവട്ടെ തരാൻ അവർക്കും കഴിവുണ്ടെന്നാണോ? അവർ പറയും ആത്മാർത്ഥത ആ കാര്യത്തിലുള്ളവരാണെങ്കിൽ അവരും പറയും അതെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്കിലല്ലേ പിന്നെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അവരങ്ങനെ വിശ്വസിക്കണമല്ലോ. ഇതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് പറയുന്നത്. റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളാണ് ഈ പകുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നവര് ന്യായമുണ്ട്, മൗലവിമാരെ നിങ്ങൾക്ക് അവിടെയാണ് പിഴച്ചത്. ഞങ്ങൾക്ക് ഈ വിശ്വാസമൊക്കെ ഉണ്ട് എന്നുള്ളത് നേരാണ്, പക്ഷേ അതിൻ്റെ പുറമേ ഞങ്ങൾക്ക് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. അതെന്താണ്? ഞങ്ങൾ ഈ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ കഴിവുകളൊന്നും അവർക്ക് സ്വന്തമായി ഉണ്ടായതല്ല, അള്ള കൊടുത്തതാണ്. അപ്പൊ അള്ള കൊടുത്തതാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്താ പിന്നെ ഒരു കുഴപ്പവും ആ പ്രാർത്ഥനക്കോ ആ സഹായത്തേട്ടത്തിനോ ഇല്ല. ഇതാ അവര് പറയുന്നത്. ശരിയല്ലേ? വളരെ ലളിതമായി ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതാണ് അവർ പറയുന്നത്. എന്താ ഇപ്പോൾ അവരുടെ വിശ്വാസം? ഞങ്ങൾ മൊയ്‌ദീൻ ശൈഖയെ രക്ഷിക്കണേ, മടവൂരെ കാക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താണ്? അവർ ഞങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, കാണും, അറിയും. ഞങ്ങളുടെ ഹൃദയം പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ശൈഖിനെ അങ്ങനെയാ അവർ പ്രശംസിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയം പോലും കാണാൻ കഴിയും, ഞങ്ങൾ എപ്പോഴും അവർ ഞങ്ങളെ കാണുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അവർ പറയും അതൊന്നും ശൈഖിന്റെ സ്വന്തം കഴിവല്ല, അള്ളാഹ് കൊടുത്തതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ പോയിന്റ് ശരിയാണോ?
മഹാന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നത് അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷേ അത് സ്വന്തമാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. അള്ള കൊടുത്തതാണെന്ന് കരുതിയാൽ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വദ്ദിനെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, സുവാഴി, യഗൂസ്, യഊഖ് തുടങ്ങിയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, നൂഹ് നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് നിങ്ങൾ ഇവരോടൊന്നും തേടരുതെന്ന് പറഞ്ഞപ്പോൾ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തേടിക്കോളൂ എന്ന് ഒരു ഓപ്ഷൻ, എന്ന് ഒരു പ്രത്യേകമായ കാര്യം അവരോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലുണ്ടോ? സഹീഹായ ഹദീസുകളിലുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ചിന്തിക്കും സഹോദരങ്ങളെ, ഇതിലെന്താ വാശി? ഇത് നമ്മൾ ഇന്നാണ് മരിച്ച ഞാനും നിങ്ങളൊക്കെ ഖബറിൽക്കല്ലേ പോണ്. ഇവിടെ ആർക്കും എന്താ നേട്ടാ ഉള്ളത്? നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തിനാ ഈ അധ്വാനിക്കുന്നത്? എന്തിനാണ് നമ്മളിവിടെ ഈ സമയം കളയുന്നത്? ഇതെൻ്റെ പരലോകമാണ്, എൻ്റെ നിങ്ങളുടെ പരലോകത്തിൻ്റെ കാര്യമാണ്. റഹ്മാനായ റബ്ബ് ഇത് പൊറുക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാ പറയുന്നത്, റബ്ബിന് മാത്രമുള്ള ഗുണങ്ങൾ മറ്റുള്ളവർക്കും ഇവിടെ സങ്കല്പിച്ചു കൊടുക്കുന്ന തകരാറാ വരുന്നത്. അത് അള്ള കൊടുത്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടൂല. അങ്ങനെ രക്ഷപ്പെടും എന്നാണ് വാദമെങ്കിൽ മുത്ത മുസ്തഫ എന്തിന് ബദർ യുദ്ധം ചെയ്തു? എന്തിന് ഉഹദ് യുദ്ധം ചെയ്തു? ആരോടാ മുത്ത മുസ്തഫ മക്കയിലും മദീനയിലും ഒക്കെ പോരാടിയത്? അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട്. അവരെങ്ങനെയാ മുശ്രിക്കുകളായത്? അവരെ മുത്ത് മുസ്തഫ വെറുതെ മുശ്രിക്ക് എന്ന് പറഞ്ഞതാണോ? കാഫിർ എന്ന് പറഞ്ഞതാണോ? അല്ല, അവരുടെ വിശ്വാസത്തിലെ തകരാറായിരുന്നു കാരണം. അപ്പൊ പിന്നെ അവരെന്താ വിശ്വസിച്ചത്? അല്ലല്ല എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അള്ളാനെ പോലെ സ്വന്തം കഴിവുള്ള ഇലാഹുകളാണ് ഞങ്ങളുടെ ലാത്ത, ഉസ്സ, മനാത്ത എന്നവർ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. മറിച്ചെന്താ അവരും പറഞ്ഞത്? അല്ലാഹുവേ, നിനക്കൊരു പങ്കാളിയുമില്ല, നീയാണ് ഞങ്ങളെ പടച്ചത്, ഞങ്ങളെ ബാപ്പ ഉപ്പാപ്പമാരെ പടച്ചവൻ നീയാണ്, ആകാശഭൂമികളെ പടച്ചവൻ നീയാണ്, മഴ തരുന്നത് നീയാണ്, അന്നം തരുന്നത് നീയാണ്, എല്ലാം കാണാനുള്ള കണ്ണ് തന്ന ഏത് കണ്ണുകളുടെയും ഉടമ നീയാണ്, ഏത് കാതുകളുടെയും ഉടമ നീയാണ്, ഈ ലോകത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറുൽ ഉമൂറായ മുദബ്ബിറുൽ ആലം നീ മാത്രമാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണാധികാരം നിന്റെ കയ്യിൽ മാത്രമാണ്. ഇതൊക്കെ തന്നെ അവരും പറഞ്ഞു. ഞാൻ ആയത്തുകൾ ഓരോന്നും ഓതുന്നില്ല, ഓരോ അധ്യായവും എടുത്ത് നമ്പർ ഇട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ സമയം കുറേയുണ്ട്. പക്ഷെ നിങ്ങൾ ഓരോന്ന് പഠിച്ച് അതിൻ്റെ സ്റ്റെപ്പായിട്ട് അങ്ങനെ പഠിച്ചു പോയാൽ എത്ര ലളിതമാണ് അള്ളാഹുവിൻ്റെ തൗഹീദ്. ആ ശിർക്കിൽ പെടാതിരിക്കാനാ പറയുന്നത്. എങ്കിൽ ആ അറേബ്യൻ മുശ്രിക്കപ്പ അള്ളാനെ തള്ളിയവനല്ല, അള്ളാനെ പോലെ അതേ കഴിവുള്ള ഒരു സ്വതന്ത്ര അള്ള വേറെയുണ്ടെന്ന് വിശ്വസിച്ചവനുമല്ല. പിന്നെയോ ആ അള്ളയുടെ പോലെ എല്ലാ കഴിവുള്ളവരല്ല ഞങ്ങൾ വിളിച്ചു തേടുന്നവർ. പിന്നെയോ അവർക്ക് ചില കഴിവുകൾ ഉണ്ട് താനും. ആ കഴിവുകളൊക്കെ അവർക്ക് സ്വന്തമുള്ളതല്ല, നീ കൊടുത്തതാണ്. അതെവിടെ പറഞ്ഞത്? പരിശുദ്ധ കഅബയുടെ സമീപത്ത് അവർ തവാഫ് ചെയ്യുമ്പോ അറേബ്യൻ മുശ്രിക്കുകൾ ഒരു തൽബിയത്ത് ചൊല്ലും, ലബ്ബൈക ലാ ശരീക ലക. ആരാ ചെല്ലുന്നത്? അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ. ശരിക്കും ശ്രദ്ധിക്കണേ, അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ ചൊല്ലുന്ന തെൽബിയത്ത. നമ്മൾ ചൊല്ലുന്ന തെൽബിയത്ത് നമുക്കറിയാം, ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. അവൻ ചൊല്ലിയ തെൽബിയത്ത് എന്താ? ലബ്ബൈക അല്ലാഹുവേ. കണ്ടോ, ലബ്ബൈക നിനക്കുത്തരം ചെയ്യുന്നു എന്ന് അറേബ്യൻ മുശ്രിക്കും പറയുന്നത് ആരോടാ? ലാത്തയോടാണോ? ഉസ്സയോടാണോ? അല്ല, അല്ലാഹുവേ. അല്ലാഹുവേ, നീ വിളിച്ച വിളിക്ക് ഉത്തരം ചെയ്ത് നിന്റെ കഅബത്തിന്റെ സമീപത്ത് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു, നിനക്കൊരു പങ്കാളിയുമില്ല. അത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദ് നിർത്തിക്കോ നിർത്തിക്കോ, ഇനി അപ്പുറം പറയല്ലേ. കാരണം അവരെ ഇതിന്റെ അപ്പുറം തെറ്റ് പറയുന്ന മുത്ത് മുസ്തഫ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ അവരോട് വിലക്കി, ഇനി അപ്പുറം പറയണ്ട. അള്ളാഹുവിന്റെ റസൂല് അവരോടത് പറയുമ്പോഴേക്ക് അവരതാ ഉടനെ തന്നെ പറയുകയായി, ഫയഖൂലൂന, അവരാ പറഞ്ഞ തൽബിയത്തിനോട് ചേർത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. നിങ്ങളിതൊക്കെ കാണാതെ പഠിച്ചു വെക്കണം.
മുശ്രിക്കിന്റെ തെൽബിയത്ത് പഠിച്ചു വെക്കണം. എന്തിനാണെന്നറിയോ? ഇങ്ങനെയൊക്കെ അവർ ചൊല്ലിയില്ലേ കഅബത്തിന്റെ സമീപത്ത് നിന്ന്, അള്ളാഹ്ക്കൊരു പങ്കാളിയുമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ വാചകം എന്താണ്? ഒരു പങ്കാളി നിനക്കുണ്ട്. ആ പങ്കാളി എങ്ങനെയുള്ള പങ്കാളിയാണ്? ആരും കൊടുക്കാത്ത കഴിവിന്റെ ഉടമയായ പങ്കാളിയല്ല, നീ കൊടുത്ത കഴിവാണല്ലോ. തംലികുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക, ആ പങ്കാളിക്ക് വല്ല കഴിവും ഉണ്ടെങ്കിൽ അതും കൊടുത്തത് നീ മാത്രമാണ്. ഒരു അർത്ഥം. രണ്ടാമത്തെ വ്യാഖ്യാനം, വമാ മലക, ആ പങ്കാളിക്ക് ഒരു കഴിവും ഇല്ല, എല്ലാ കഴിവും നിനക്കാണ്, നീ കൊടുത്തതില്ലെന്ന് മാത്രമാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത്. ഇതാണ് അവർ ചൊല്ലിയ തെൽബിയത്ത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുകയാണ്. ഈ വിശ്വാസമാണ് ഇന്നും ഇവിടെ പലരും വെച്ച് പുലർത്തുന്നത്. അള്ളാഹു അല്ലാത്തവരെ നിർബാധം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മാപ്പിളമാരെന്ന് പറയുന്ന മുസ്ലിം പേരുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നത്. അവരെന്ത് വിശ്വാസമാ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഔലിയാക്കൾക്കാണ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവിനൊരു പരിധിയില്ല. അതിന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാരെ നിങ്ങൾ തയ്യാറാവേണ്ടതില്ല. കാരണം അല്ലാഹു പരിധിയില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പരിധി നിശ്ചയിക്കാനും ഇന്നതൊക്കെ കൊടുക്കൂ ഇന്നതൊക്കെ കൊടുക്കൂല എന്ന് വേർതിരിച്ചു പറയാനും നിങ്ങൾക്കാരാ അധികാരം തന്നതെന്ന് നമ്മളോട് ആരോപണം ചോദിക്കുന്ന ആളുകളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ വിഷയത്തിന്റെ ഗൗരവം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ലോകം മുഴുവൻ അങ്ങ് നിയന്ത്രിക്കുവാനുള്ള കഴിവ് കൊടുത്തിരിക്കുകയാണ് പോലും. അവർക്ക് കിട്ടിയ കഴിവുകളും അവരുടെ അറിവുകളുമൊക്കെ നമ്മളൊന്ന് കേട്ടാൽ പടച്ചോനാണോന്ന് തോന്നിപ്പോകും. എത്ര ഗൗരവമുള്ള വാക്കാത്! പടച്ചോൻ തന്നെയാണോന്ന് തോന്നിപ്പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചില കാര്യങ്ങൾ ഞാൻ ക്ലിപ്പുകളിലൂടെ പറയുന്നത്, ഞാനത് ധാരാളം സമയം വിശദീകരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു മുസ്ലിയാരി ഇത് സംബന്ധമായി പറയുന്നത്. ആദ്യമായൊന്ന് കേട്ടു നോക്കൂ. സൗണ്ട് കൊടുക്കുക. സഹോദരങ്ങളെ, ആ വ്യക്തി അതിൽ പറയുന്നത് എന്താ? പടച്ചോനാണ് എന്ന് തോന്നിപ്പോകുന്ന നിലക്കുള്ള കഴിവുകളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി കൊടുക്കാത്ത ഒരു കഴിവും ഇനി ബാക്കിയില്ല എന്നാണ് അയാൾ അതിൽ പറയുന്നത്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, ഞങ്ങളുടെ പടച്ചോൻ ആരാണ് എന്ന് ചോദിച്ചാൽ മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് ഞങ്ങൾ പറയുന്ന പാട്ട് വരെ ഇവിടെ ഇറങ്ങി. ആലോചിച്ചു നോക്കണം, എത്ര ഗുരുതരമായ വാദമാണത്. ഓ സഹോദരന്മാരെ, ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് എന്ന് പറയാൻ മാത്രം ഒരു സമൂഹത്തെ അതിലേക്ക് മാറ്റാനുള്ള കാരണമായത് ഇവിടെ എന്താണ്? നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. എന്തേ അവരെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചത്? ചിലരൊക്കെ അത് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ ശിർക്കിന് വേണ്ടി ആയത്തോതിയവർ, ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഖണ്ഡനം നടത്തിയവർ, ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വാദപ്രതിവാദം നടത്തിയവർ ഇത് കേട്ടപ്പോൾ ഞെട്ടിയത്രേ. ഇത് കേട്ടപ്പോൾ മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ഞങ്ങൾ പറയും എന്ന് ഒരു കൂട്ടര് പാടിയപ്പോൾ ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരിൽ പലരും ഞെട്ടിയത്രേ. അങ്ങനെയാണ് പറയാൻ പാടുണ്ടോ? പാടുണ്ടോന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞോനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടാൻ പാടില്ലെന്നവർ തന്നെ പ്രസംഗിച്ചു. അതുപോലെ തന്നെ അവരെ മയ്യത്ത് കുളിപ്പിച്ച് മുസ്ലിമീങ്ങളുടേതായ ഒരു അവകാശങ്ങളും അവർക്ക് നൽകാൻ പാടില്ലെന്നവരെ ഗൗരവത്തോടുകൂടെ അവർ പ്രസംഗിച്ചു. എന്തേ അവർക്കിങ്ങനെ പറയാൻ?
വാസ്തവത്തിൽ അവകാശമുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്ക്. ഇവിടെ മുജാഹിദുകൾക്കല്ലാതെ ആ വാദത്തെ എതിർക്കാൻ ആർക്കാ പ്രിയമുള്ളവരെ സാധിക്കുക? നിങ്ങളൊന്ന് ചിന്തിക്ക്. ഞാനത് വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ സമൂഹത്തോട് ഇവർ എന്താണ് പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് കഴിവുകളും അവൻ ആർക്ക് വിട്ടുകൊടുക്കാവുന്നതിനും നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്. കണക്കില്ലാതെ അള്ള കൊടുക്കുന്നു പറഞ്ഞാൽ പിന്നെ അതിന് കണക്ക് നിശ്ചയിക്കാൻ മുജാഹിദേ നിനക്കെന്താ അധികാരം എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോടവർ എതിര് പ്രസംഗം നടത്തിയത്. ആലോചിച്ചു നോക്കണം നിങ്ങൾ. അപ്പൊ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തും കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മടവൂര് പടച്ചവനാണെന്ന് വിശ്വസിക്കുന്നവരോട് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? കാരണം പടക്കുക എന്നുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് എന്തുകൊണ്ട് മടവൂരിന് വിട്ടുകൊടുത്തുകൂടാ? പടക്കുക എന്ന കഴിവ് കുറച്ചു നേരത്തേക്കാണ് വിട്ടുകൊടുത്താ അപ്പം എന്താ തകരാറ്? പടക്കുക എന്നുള്ള കഴിവ് കൊടുക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? നിങ്ങളല്ലേ പണ്ട് ഞങ്ങളോട് പറഞ്ഞത് അള്ള കൊടുക്കുന്ന കഴിവിന് പരിധിയില്ല, അതിന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാര് തയ്യാറാകണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ഞങ്ങൾ നിങ്ങളോടാ ചോദിക്കുന്നത്. അവര് പടച്ചോനാണ് എന്ന് പറയുന്നവരെ നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങളല്ലേ പണ്ട് ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹ്ക്ക് ഏത് കഴിവും വിട്ടുകൊടുക്കാം എങ്കിൽ പടച്ചവൻ എന്ന കഴിവും വിട്ടുകൊടുത്തുകൂടെ? നിങ്ങൾക്ക് മറുപടി അറിയാൻ കഴിയില്ല. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി അറിയാൻ കഴിയില്ല. അതേ അവസരത്തിൽ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അന്നും ഇന്നും ഒരേ വാദത്തിലാണ്. അതെന്താ? അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകമായ കഴിവുകൾ, അവൻ്റെ മാത്രം പ്രത്യേകമായ വിശേഷണങ്ങൾ അള്ളാഹു അവൻ്റെ നബിമാർക്ക് പോലും വിട്ടുകൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇതാ പണ്ടേ ഞങ്ങൾ ആയത്തു ഹദീസും ഒരു ജനങ്ങളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ എതിർക്കാം, നിങ്ങൾക്ക് എതിർക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ജനങ്ങളാകെ ബേജാറായി ഇപ്പുറത്തേക്ക് ഒഴുകണത് കണ്ടപ്പോഴുള്ള ബേജാറും എതിർപ്പും കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? നമ്മൾ പണ്ടേ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് ഈക്വലായി തുല്യനായി ഒരാളും തന്നെ ഇല്ല. അള്ള ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരാളുമില്ല. അത് റബ്ബ് അങ്ങനെ ഒരാൾക്കും അതിന്റെ കഴിവട്ട് വിട്ടു കൊടുത്തിട്ടുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിച്ചതാണ്. അതേ അവസരത്തിൽ ഇവർ സമൂഹത്തോട് പറയുന്നത് എന്താ? നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് കിട്ടുന്ന സർവ്വ നിഅമത്തും അള്ളാഹു തരുന്നതാണ്, സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നത് റഹ്മാനായ റബ്ബാണ് നമുക്ക് തരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേ അവസരത്തിൽ ഇവർ വിശ്വസിക്കുന്നത് എന്താണ്? കേട്ടുനോക്കൂ നിങ്ങൾ. ഒരു മുസ്ലിയാർ പറയുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ, ഏതെല്ലാം നിഅമത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അത് മടവൂർ ശൈഖുനയിലൂടെ അല്ലാതെ അക്കാലത്തുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഇന്നാലില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്താ സംശയം നാം പ്രയോഗിക്കണത്? ഏതെങ്കിലും ഒരു നിഅമത്ത് മടവൂരിലൂടെ അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അന്നും കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടുകയില്ല എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ടോ, ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. ആരാ ഇവിടെ ഖുർആനിന്റെ എതിരാളികൾ? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊന്നും പറഞ്ഞു തന്നില്ല, ഇതൊന്നും ഞങ്ങളോട് ഉത്ബുദ്ധരാക്കിയില്ല എന്ന് പരലോക കോടതിയിൽ നിങ്ങൾ പറയാതിരിക്കാനാണ് റബ്ബുൽ ആലമീൻ ഇത് പറയിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി തീർന്നോ? റഹ്മാനായ റബ്ബദാ അവൻ്റെ ഉന്നതമായ അധികാരം അതേ ലോകത്ത് എല്ലാത്തിലും അവനാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ അർശ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഉന്നതമായ വലിപ്പമുള്ളതാണ്.
ഭാരമുള്ളതാണ്. അതേ അവസരത്തിൽ കോഴിക്കോട്ടുകാരനായ ഒരു മാനസിക രോഗിയായി ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരിൽ ഇവരെന്തൊക്കെ ഇല്ലാ വർണ്ണനകളാണ് നടത്തിയത്. അള്ളാന്റെ അർശ് പോലും മടവൂരിന്റെ കയ്യിലാണത്രേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതെന്താ പ്ലാസ്റ്റിക്കിന്റെ കസേരയാണോ? അത് മടവൂരിങ്ങനെ കയ്യിൽ പിടിച്ച് ഞെക്കാനും തിരിക്കാനും ഒക്കെ. നോക്കൂ, പടച്ചവനെ പേടിയില്ലാതെ. ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പമാരെ, ഇതൊരു ഗ്രൂപ്പ് തർക്കം പറയുന്നതല്ല. ഈ പറയുന്നതൊക്കെ ചില ക്ലിപ്പുകൾ കാണിക്കുന്നത് എന്തിനാണെന്നോ, അത്രയൊക്കെ അങ്ങ് പറയുമോ എന്ന് ഒരാളും ഇനി സംശയിക്കാൻ പാടില്ലാത്തത്ര ഇക്കാലഘട്ടത്തിൽ ടെക്നിക്കായിക്കൊണ്ട് അതേ എല്ലാവിധത്തിലും ഇവിടെ ടെക്നോളജി വളർന്നു വന്നൊരു കാലഘട്ടമാണ്. നോക്കൂ നിങ്ങൾ, റബ്ബിന്റെ അർശിനെ കുറിച്ച് നിസാരമായി സംസാരിക്കുന്നത് നോക്കൂ. ഇതിന്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ മടവൂർ ശൈഖുന പറഞ്ഞാൽ മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലുണ്ട്, അർശിന്റെ കയ്യിലുണ്ട്, ഭൂമിയുടെ കയ്യിലുണ്ട്, ഒക്കെയുണ്ട്. ഇതായിരുന്നു മുജാഹിദുകൾക്ക് വല്ലാതെ പ്രശ്നം. നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. മുജാഹിദീങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പണ്ടേ വിശ്വാസമില്ല. ഞങ്ങൾക്ക് അർശ് എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവുമൊക്കെ അതേ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ അർശ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സുബ്ഹാനല്ലാഹ്ക്ക് നമ്മളിങ്ങനെ കണക്കല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ അർശിൻ്റെ ഭാരത്തോളം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അർശിനെ ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്. ആ അർശിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു സൃഷ്ടി ലോകത്ത് വേറെയില്ല എന്ന മുസ്തഫ പഠിപ്പിച്ച ആ അർശിനെ കുറിച്ചാണ് കോഴിക്കോട്ടെ നിസ്കാരമില്ലാതിരുന്ന, സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചിരുന്ന, ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഇറങ്ങിപ്പോയിരുന്ന ഉമ്മ സലാം പറഞ്ഞു വിളിച്ചപ്പോൾ ഉമ്മാക്ക് സലാം പോലും മടക്കാൻ തയ്യാറില്ല ഈ മടവൂര് ശൈഖിന്റെ കയ്യിലാണത്രേ ആകാശങ്ങളുടെയും മുകളിലുള്ള അർശ് പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളെന്തും പറഞ്ഞോ. പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ജനങ്ങളോട്, ജനങ്ങളെ ഇത് പ്രശ്നമാണ്, ഇത് ആഖിറം നഷ്ടപ്പെടുത്തും. വേണ്ടവർക്ക് കേൾക്കാം, വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം. ഇവിടെ നിർബന്ധം ചെലുത്തുന്ന പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ വിശ്വാസക്കാരെയാണ് നമുക്ക് നന്നാക്കാനുള്ളത് എന്ന സത്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് വെറുതെ ഒരു കൂട്ടരുടെ മേലിൽ ഇല്ലായ്മകൾ പറയുന്നതല്ല, തീർന്നിട്ടില്ല. റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഇവരുടെ ധാരണകൾ എത്രത്തോളമാണ്. ഇവരൗലിയാക്കളെന്ന് പറയുന്ന ആളുകളെ ഈ മടവൂരിനെ തന്നെ അവർ വർണ്ണിക്കുന്ന വർണ്ണനകൾ ഇസ്ലാമികമായ വർണ്ണനകൾക്ക് പൊരുത്തപ്പെടുന്നതാണോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ശരിക്ക് അതിലെ വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇതൊന്നും പോണ്ട. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വാക്കുകളാ പറഞ്ഞു തരുന്നത്. വെറുതെ കേട്ടു പോകരുത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഓരോന്ന് നോട്ട് ചെയ്തോ. ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് മടവൂര്. ആ ഉന്നതമായ സ്ഥാനം കൊണ്ട് എന്തൊക്കെ ആൾക്കുണ്ടത്രേ. അള്ളാഹുവുമായിട്ട് എപ്പോഴും സംഭാഷണം നടത്തും. ഒരു കഥാപണി എപ്പോഴും അള്ളാഹിനോട് എപ്പോഴും സംഭാഷണം നടത്തുക. മഹാന്മാരായ നബിമാർക്ക് പോലും കിട്ടിയിട്ടില്ല. മഹാന്മാരായ നബിമാരിലൂടെ പോലും അത് എപ്പോഴും നടന്നിട്ടില്ല. മൂപ്പരിക്ക് എപ്പോഴും അള്ളാഹിനോട് ഇങ്ങനെ വർത്താനം പറയലാണ് പണി. തീർന്നില്ല, മൂപ്പര് നാട്ടിൽ നിസ്കരിക്കുന്നത് കാണൂല,
മടവൂര് നിസ്കാരത്തിന് വരൂല. അപ്പൊ പിന്നെ അതിനെന്താ കാരണം കണ്ടെത്തണമല്ലോ. മൂപ്പര് നിസ്കരിക്കുന്നത് എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിലാണ് നിസ്കരിക്കുന്നത്. മൂപ്പര് റസൂലിന്റെ പിന്നിലാണ് നിസ്കരിക്കുക. റസൂലിന്റെ പിന്നിൽ പോയി നിസ്കരിക്കുക മാത്രല്ല, ഇമാമായി തന്നെ നിസ്കരിക്കുന്ന, അഥവാ റസൂലുള്ളാഹിക്കും ഇമാമായിട്ട് നിൽക്കുന്നയാളാണ് മടവൂര്. മുദബ്ബിറുൽ ആലമാണ്, ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നയാളാണ്. അങ്ങനത്തെ ആളുടെ നിസ്കാരവും നോമ്പൊന്നും നിങ്ങൾ അളക്കണ്ട. അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവർ നിത്യവും പോകും. അപ്പോൾ അവർ മക്കത്തും മദീനത്തുക്കൊക്കെ പോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അത് അങ്ങൾ കാണൂല അവരുടെ നിസ്കാരം. മാത്രല്ല അവരിങ്ങളോടിഞ്ഞ് നോമ്പ് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. നോമ്പ് മുറിക്ക് കുടിയടാ ചായ എന്ന് പറഞ്ഞാൽ അപ്പം ചായ കുടിച്ചോളണം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ, അതേ മുസ്ലിയാർ പറയുന്നത് കേട്ടോ. ഇപ്രകാരം തന്നെ ഇദാ ഖാല ലഹു, അവനോട് പറഞ്ഞു, വഹുവ സ്വായിമുൻ, ഏത് അവസ്ഥയിൽ പറഞ്ഞു? അവൻ നോമ്പുകാരനാണ്. ആ അവസ്ഥയിൽ ശൈഖ് അവറുകൾ പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കടാ, കുടിക്കൂ വെള്ളം എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞാൽ വജബ അലൈഹിൽ ഫിത്ർ, നിർബന്ധം മുറിക്കൽ അവന് നിർബന്ധമാണ്, സുന്നത്ത് പോലും. ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് കേട്ടോ, ഇങ്ങനെ ബാക്കി പറയണം, വിശദീകരിക്കുക സമയമില്ല. ഇപ്പൊ എന്താ പറഞ്ഞിരുന്നറിയോ? നോമ്പ് മുറിക്കടാന്നും പറഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ കുടിച്ചോളണം, നിർബന്ധാണ്, സുന്നത്തും കൂടിയല്ല, വജബാൻ. മടവൂര് പറയണ്, ഒരാൾ റമദാനിൽ നോമ്പെടുത്തു വന്നവനോട് പറയണ് മുറിക്കടാ നോമ്പ്, ചായയാണ് കൊടുത്താൽ കുടിച്ചോളണം, നിർബന്ധമാണ്. ഇതിന്റെ അപ്പുറത്തെ ശേഷം പറയണം എന്താ അറിയോ? നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ നിസ്കരിക്കരുത്. നോക്കണം നിങ്ങൾ, ഇങ്ങനെ ഉണ്ടോ ഒരു ദീന്? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക. ഇതിനായി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്, ഇതൊക്കെ വിശ്വസിക്കുന്നവർ ഖൗം ഇവിടെ ലോകത്തുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. കാരണം അവർക്കൊക്കെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അവരതൊക്കെ ചെയ്യും. അത് എന്ത് ചെയ്യുന്നത് കണ്ടാലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മുടെ ഈ താഴ്ന്ന ബുദ്ധി കൊണ്ട് അവരെ അളക്കരുത് എന്നാണ്. നമ്മളെ ബുദ്ധി താണ ബുദ്ധിയാണ്, അവരുടേതോ വലിയ ബുദ്ധിയാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നതല്ല വാസ്തവത്തിൽ അവർ ചെയ്യുന്നത്. എത്രത്തോളം അവർ കള്ളു കുടിക്കുമ്പോ അവർ കള്ളു കുടിക്കുകയാണെന്ന് പറയരുത്. ബോട്ടിലങ്ങ് വായിലേക്ക് വെക്കുമ്പോഴേക്ക് അത് ശുദ്ധമായ തേനാക്കി മാറ്റാൻ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹ് കഴിവുള്ളവനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കാം. ഇപ്പതാ ഒരു ക്ലിപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലൂടെ. ഒരുത്തനിപ്പ ഇറങ്ങിയിട്ടുണ്ട്, അവൻ പറയുകയാണ്, അള്ളാഹുവിനെ യഥാവിധി ആരാധിക്കണമെങ്കിൽ കഞ്ചാവ് വലിക്കണം. അതിനുമുണ്ട് കുറെ ആൾക്കാര്. അതൊക്കെ സൂഫികളുടെ കിതാബിൽ അതിനൊക്കെ തെളിവും അവർക്കുണ്ട്. ഹശീഷ് വലിക്കണം, കഞ്ചാവ് വലിക്കണം, അതിനൊന്നും തകരാറില്ല. കാരണം എന്താ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്ക് ശരീഅത്തിലെ നിയമങ്ങൾ പോലും ബാധകമല്ലെന്നാണ് പലപ്പോഴും ഇവർ പറയുന്നത്. മശായിഖന്മാരുടെ അടുത്ത് ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടാൽ തെറ്റിദ്ധരിക്കരുതെന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, കുറേ പറയുന്നുണ്ട്. അയാൾ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണേ. എന്താ അതിൽ പറയുന്നത്? ഗൗരവത്തോടെ നിങ്ങൾ കാതുകൂർപ്പിച്ച് കേൾക്കണം. ശൈഖുമാരുടെ പ്രത്യേകതകളാ പറയാൻ പോകുന്നത്. ഇന്നാലില്ലാഹ്. ഇതിനേക്കാൾ വലിയ കുഫ്രിയത്തിന്റെ വാക്കിന് എന്താ പറയാനുള്ളത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ്, പെണ്ണ്, മൃഗം, കല്ല് ഇതൊക്കെയും സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? മഹാനരായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ വഴിയിലേക്ക് കടന്നു വന്ന ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത് സ്വർണവും കല്ലും എൻ്റെ അടുത്ത് ഒരുപോലെയാണ്, രണ്ടും ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും ഇതൊക്കെയും കുല്ലും സവാ. ഇവർക്ക് അതാണ് മഹാനരായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവറുകൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ.
നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ ഇപ്പൊ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. അതിന് കുഴപ്പമുണ്ടോ? എന്താ ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ മശായിഖന്മാർക്ക് ആണും പെണ്ണും സമമാണ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആണ്, പെണ്ണ്, മൃഗം, കല്ല് ഇതൊക്കെ സമമാണ്. എനിക്ക് പറയാൻ വിഷമമുണ്ട്, ഞാനൊന്നും മയപ്പെടുത്തി പറയാം. ഔലിയ ഒരു പാറപ്പുറത്ത് കൈവെക്കുന്നത് പോലെയാണ് ഒരു അന്യപെണ്ണിന്റെ മാറത്ത് കൈവെക്കുന്നത്. വരെ കിതാബിലുള്ള വാചകത്തിന്റെ നേർക്കുനേരെ പരിഭാഷ ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും മാറത്ത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കണം നിങ്ങൾ, ഇവരുടെ സൂഫികളുടെ ഒരു ലോകമാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ ഹദറത്തിൽ അവർക്ക് ആരെയും ഇഷ്ടമുള്ളവരെ പിടിച്ച് മടിയിലിരുത്താ കൂടെ ഇരുത്താ. അവരിപ്പോ ഒരു അന്യപെണ്ണിനെ മടിയിലിരുത്തി ഇങ്ങനെ തലോടുന്നത് കണ്ട നമ്മൾ മടിയിലിരുത്തിയിട്ടൊരു പൂച്ചക്കുട്ടിനെ തലോടുന്നതിന് കുഴപ്പമുണ്ടോ? അതിലപ്പുറം ഒന്നുമില്ല. അവർക്കെല്ലാം സമമാണ്. അവർക്കെന്ത് പെണ്ണ്? അവരുടെ ശരീരത്തെ തന്നെ അവർക്ക് പെട്ടെന്ന് എന്തൊക്കെ മാറ്റാൻ പറ്റും. ആണിനെ പെണ്ണാക്കാൻ പറ്റും, പെണ്ണിനെ ആണാക്കാൻ പറ്റും, ആകാശത്തെ ഭൂമിയാക്കാൻ പറ്റും, ഭൂമിയെ ആകാശമാക്കാൻ പറ്റും. ഇതൊന്നും പ്രാന്ത് വിളിച്ചു പറയുന്നതൊന്നുമല്ല. ഇതിനൊക്കെ കിതാബിൽ രേഖയുണ്ട്. ഞങ്ങളുടെ ഹോജമാരി എഴുതിയ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇതിനാ ഞങ്ങൾ ഈ അധ്വാനിക്കുന്നത്. ഇത് നിങ്ങളോട് പറയാൻ ഞങ്ങളല്ലാതെ ആരാ ഇവിടെ ഉള്ളത്? ഇത് നിങ്ങൾ കേൾക്കണം, ഇത് മനസ്സിലാക്കണം. എന്നിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് അത് തന്നെയാണ് ശരിയെന്നാണോ? നിങ്ങൾക്ക് പോകാം. ഞങ്ങളുടെ ബാധ്യത നിർവഹിക്കുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്താനല്ല. ഈ സമുദായം ഇത്ര അബദ്ധത്തിലായല്ലോ. ഇത്രത്തോളം റഹ്മാനായ റബ്ബിന്റെ റുബൂബിയത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന, അവന്റെ വഹ്ദാനിയത്തിനെ നിഷേധിക്കുന്ന അപകടത്തിലേക്ക് ഈ സമുദായം എടുത്തു ചാടിയല്ലോ എന്ന സങ്കടമാണ് ഈ പങ്കുവെക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പോലും വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് മുത്തുനബി കടന്നു വരുന്നത് കണ്ടപ്പോ ഒരു കല്യാണ സദസ്സിൽ വെച്ച് കൊച്ചു പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല മക്കളെ വിളിച്ചുകൊണ്ട്, മക്കളെ, ഈ പാട്ട് ഇനി നിങ്ങൾ പാടിക്കൂടാ. കാരണം നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് തിരുത്തിക്കൊടുത്തുവെങ്കിൽ ആ മുത്തു മുസ്തഫായുടെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ നേതാക്കന്മാർ, ഔലിയാക്കന്മാരെന്ന് പറയുന്നവരെ കുറിച്ച് എന്താണ് ഇനി പറയാൻ ബാക്കിയുള്ളത്? അവർക്കും ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതാ സഹോദരങ്ങളെ പറയുന്നത്, ഇസ്ലാം വേറെ ഒരു മതമാണ്, ഇവരുടേത് വേറെ ഒരു മതമാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ പല പ്രസംഗങ്ങളും യൂട്യൂബുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഉള്ളവൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരമ്പര പ്രസംഗം നടത്തിയിരുന്നു. അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? സൂഫി മതത്തിലെ ഔലിയാക്കന്മാർ. അപ്പൊ ചില ആളുകളൊക്കെ നിഷ്പക്ഷരെന്ന് പറയുന്ന ചിലരൊക്കെ ചോദിച്ചു, അങ്ങനെ ഒരു ഹെഡിങ് അങ്ങ് കൊടുക്കണോ? സൂഫി മതം എന്നൊക്കെ പറയണോ? അവരും ഇസ്ലാമിൻ്റെ അകത്ത് തന്നെയല്ലേ, പിഴവുണ്ട് എന്നല്ലേ ഉള്ളൂ, അങ്ങനെ വേറൊരു മതമാണെന്നൊക്കെ അവരെ കുറിച്ച് പറയണോ എന്നൊക്കെ സംശയിച്ചിരുന്ന സഹോദരന്മാരുണ്ട്. എന്നാൽ ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൽ അവരുടെ സംഘടന തന്നെ വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങളുടെ മതം വേറെയാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഒരു സൂഫിയാ പറയുന്നത്. പത്രസമ്മേളനം വിളിച്ചിട്ട് സൂഫി എന്ന് പറയേണ്ട, അവർ സൂപ്പി എന്ന് പറഞ്ഞോ. സൂപ്പി ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇപ്പൊ രൂപീകരിച്ചിരിക്കുന്നു കേരളത്തിൽ. ശരിക്കും മനസ്സിലാക്കിക്കോ, എല്ലാ ജില്ലകളിലും അവർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. എന്തിന്? തനിച്ച ഷിയായിസം വിളമ്പാനും, തനിച്ച നിരീശ്വരത്വം പ്രചരിപ്പിക്കാനും, തനിച്ച കുഫിരിയത്ത് പ്രചരിപ്പിക്കാനും വേണ്ടി അവർ എല്ലാ ജില്ലകളിലും അതാ കമ്മിറ്റി ഫോം ചെയ്യുകയാണ്. അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു പാലക്കാട് അമ്പംകുന്നിലെ ബീരാന ഉലിയപ്പാപ്പാട് ദർഗന്റെ സമീപം. പറ്റിയ സ്ഥലത്താ പോയി കൂടിക്കണത്. കാരണം മൂപ്പര ദിക്കറെന്താ?
അന്തല്ലദീ അല്ലംതനാ ലാ കണ്ണ ഇല്ലല്ലാഹ് അന്തല്ലദീ അല്ലംതനാ ലാ ബത്ന ഇല്ലല്ലാഹ്. മൂപ്പരെ ദിക്ർ എന്താണെന്നറിയോ? ലാ കണ്ണ ഇല്ലല്ലാഹ്, അല്ലാഹ് ഇല്ലാതെ ഒരു കണ്ണൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ നാക്ക ഇല്ലല്ലാഹ്, ലാ പള്ള ഇല്ലല്ലാഹ്, ലാ കയ്യ ഇല്ലല്ലാഹ്, ലാ കാല ഇല്ലല്ലാഹ്, ലാ തലവല വാല ഇല്ലല്ലാഹ്. ഇതൊക്കെ അയാളെ ദിക്ർ. ഇത് വെറുതെ പറയണല്ല, അവരെ എഴുതിയ ബുക്കിലുണ്ട്, എനിക്ക് വായിക്കാൻ നേരല്ല. ഇതൊക്കെ നാദാപുരത്തുനിന്ന് കുറേ വായിച്ചതാണ്. മിണ്ടാൻ പറ്റിയിട്ടില്ല. കഴിയൂല. അതിൻ്റെ ഒന്നും അർത്ഥം നിങ്ങൾക്ക് തിരിയില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് തിരിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ സൂഫി ബോർഡിന്റെ സ്ഥാപകന്മാർ പറയുന്ന ചെറിയ 2-3 വാചകങ്ങൾ. ഒന്നയാൾ പറയണ എന്താ അറിയോ? എന്താ ഈ സൂഫിസം? നിങ്ങളെ സൂഫിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പത്രക്കാർ ചോദിക്കുകയാണ്. അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. അതാ സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. പോയില്ലേ? പാച്ച കുഫർ പറഞ്ഞില്ലേ? എന്താ പറയും ബാക്കി? മതം വെടിയുക, സ്നേഹമാണ് സൂഫിസം. എല്ലാവരും സ്നേഹിക്കും. ഞങ്ങൾ മതമൊന്നും പ്രശ്നമില്ല. മതം വെടിയുക, മതം ഒഴിവാക്കുക. ഇന്നാലില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിലായി പറയുന്നത് മതം വെടിയുക, സ്നേഹിക്കുക. തീർന്നില്ല. അടുത്ത വ്യക്തി പറയാണ്, അപ്പൊ മുഹമ്മദ് നബി ഇവിടെ ഇസ്ലാം ദീനല്ലേ പഠിപ്പിച്ചത്? നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നാണ് പത്രക്കാരുടെ അടുത്ത ചോദ്യം. അതിന് മറ്റൊരു വിദ്വാന്റെ മറുപടി കേട്ടോളൂ. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. കണ്ടോ? ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയതും. കണ്ടോ? ആരൊക്കെ അപ്പുറത്തൊക്കെ ഇരിക്കണം നോക്കണം. പച്ച വലിയ കെട്ടിട്ട് വലിയ തലീക്കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. കേരളത്തിന്റെ കാര്യമായി പറയുന്നത് എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇന്നാലില്ലാ. ഇതിനേക്കാൾ എന്ത് കുഫർ വേണ്ടത്? തനിച്ച കുഫർ വിളിച്ചു പറയാ. മുഹമ്മദ് നബി ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അതൊന്നും പഠിപ്പിക്കാൻ വന്നതല്ല മുഹമ്മദ് നബി. അതൊക്കെ ജനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. മുഹമ്മദ് നബി ഇവിടെ സ്നേഹമാണ് പഠിപ്പിച്ചത്. ആ സ്നേഹത്തെ ഇവർ മതവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ടിയാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, അടുത്ത ചോദ്യം, നിങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതേപോലെ തന്നെ ഹാർമോണിയം അതേപോലെയുള്ള പല പരിപാടികളും മ്യൂസിക്കൊക്കെ ഉപകരണങ്ങളൊക്കെ നിങ്ങൾ അടിക്കും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെ? അതൊന്നും ഇസ്ലാമിലില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയുള്ളത്? അപ്പൊ അവന്റെ മറുപടി കേട്ടോളൂ. സംഗീതം അനുവദനീയമാണ്. ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല. സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ്. ഉണ്ടല്ലേ? സൂഫിസത്തിൽ അനുവദനീയമല്ലാത്ത ഒന്നുമില്ല. ഹലാലല്ലാത്ത ഒന്നും സൂഫിസത്തിലില്ല. ഹറാം എന്നുള്ള ഒരു ചാർട്ടേ സൂഫികൾക്കില്ല. അതുകൊണ്ടായി പറഞ്ഞത് കഞ്ചാവും വലിക്ക, കള്ളും കുടിക്ക, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, നിസ്കരിക്കുന്നവനോട് നിസ്കരിക്കണ്ടാ എന്ന് പറയാ, കുടിക്കടാ വെള്ളം എന്ന് നോമ്പെടുക്കുന്നവനോട് പറയാ, ആണും പെണ്ണൊക്കെ ഒരുമിച്ച് കഴിയുക, അതിങ്ങനെ ഒരുമിച്ചാണെങ്കിൽ പൂച്ചക്കുട്ടിയും ഒപ്പം കിടക്കുന്നത് പോലെയുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാം. സൂഫിസത്തിൽ എന്തില്ല? അനുവദിക്കപ്പെടാത്തൊരു മേഖലയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന പത്രസമ്മേളനമാണ്. കേരളം കണ്ട ആദ്യ പത്രസമ്മേളനം ഇവരുടെ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രത്തോളം കുഫർ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച വിഭാഗം, ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്ന ആൾക്കാരൊക്കെ പിന്നിൽ കുറേ ഉണ്ട്. ചിലരൊക്കെ നല്ല വിള്ള ജമീനുണ്ട്. ഞങ്ങളൊന്നും അല്ല ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളൊക്കെ ഇതിനെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ വെള്ളവും വെച്ചു കൊടുക്കുന്നത്. അതിൽ പങ്കെടുത്തവർ നിങ്ങളുടെ സ്റ്റേറ്റ് നേതാക്കളുണ്ട്, ജില്ലാ നേതാക്കളുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ചാണ് അവരാ പരിപാടി നടത്തിയിട്ടുള്ളത്, ഏപ്പിക്കാരേ എന്ന് അപ്പുറത്തുള്ള ഗ്രൂപ്പുകൾ ഇപ്പുറത്തുകാരോട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പറഞ്ഞോളൂ, ഞങ്ങളതിലൊന്നും തലയിടുന്നില്ല. പക്ഷേ ശുദ്ധ കുഫ്രിയത്താണ് നിങ്ങൾ പറയുന്നതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജനങ്ങളെ, ഈ സൂഫി മാർഗം എന്ന് പറയുന്നത്, ഈ ത്വരീഖത്തുകൾ എന്ന് പറയുന്നത് പല പേരിൽ ഇവിടെ ഷിയായിസം നട്ടു വളർത്താൻ വന്നവരാണ്.
അവരാണ് ഈ സമൂഹത്തിൽ എല്ലാവിധത്തിലുള്ള തോന്നിവാസങ്ങളും കൊണ്ടുവരുന്നത്. അവരൊക്കെ ദർഗകളും ജാറങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. സിയാറത്തിൻ്റെ പേരിലാണ് അവർ പലതും പറയുന്നതെങ്കിൽ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിലെ സിയാറത്തും ഈ സൂഫികൾ പരിചയപ്പെടുത്തുന്ന ഈ വിഭാഗം ഇവിടെ പരിചയപ്പെടുത്തുന്ന സിയാറത്തും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മരണചിന്തയുണ്ടാകുവാനാണോ? പരലോക ചിന്തയുണ്ടാകുവാനാണോ ഈ തൊട്ടടുത്തുള്ള പാലോട്ട് പള്ളി മക്കാമിലേക്ക് ആളുകൾ പോകുന്നത്? അതേപോലെ തന്നെ പലയിടങ്ങളിലേക്കും ആളുകൾ പോകുന്നത് എന്തിനാ? ഞങ്ങൾക്ക് ആ ഖബറൊന്ന് കണ്ടിട്ട്, അങ്ങനെ കെട്ടി ഉയർത്തിയ വലിയ ഖബർ ഒന്ന് കണ്ടിട്ട്, ആ പട്ടുമൂടിയ ഖബറൊന്ന് കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണോ അവിടെ പോകുന്നത്? അതല്ല, മറിച്ച് ആഗ്രഹങ്ങൾ പൂവണിയാനല്ലേ, സന്താനങ്ങളെ കിട്ടാനല്ലേ, രോഗശിഫക്ക് വേണ്ടിയിട്ടല്ലേ, കാര്യങ്ങൾ നേടിത്തരും എന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അതേ ഖബറുകളുടെ സമീപത്ത് പോയിട്ട് ആ ഖബറുകളെ തൊട്ടുമുത്തുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു, അവിടെയുള്ള പെട്ടിയിൽ നേർച്ചപ്പണം ഇടുന്നു, അതിൻ്റെ മേലെ പട്ടുമൂടുന്നു, അങ്ങോട്ട് തേങ്ങയും അതേപോലെ തന്നെ പലഹാരങ്ങളും നാണയത്തുട്ടുകളും അതുപോലെ തന്നെ കോഴിയെയും മറ്റുമൊക്കെ പല ദർഗകളിലേക്കും നേർച്ചയാക്കി വിടുന്നു. എല്ലാം അവരോട് സങ്കടം പറയാനാണ്, അവരെ വിളിച്ച് തേടാനാണ്, അവരെ വിളിച്ചുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ തേടുവാനാണ്. ഇത് മുത്ത് മുസ്തഫ പഠിപ്പിച്ച സിയാറത്താണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയെത്ര ഖബറുകളാ സന്ദർശിച്ചത്. അവിടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അവിടെ ജാറം മൂടിയോ, അവിടെ നേർച്ചപ്പെട്ടി ഉണ്ടായിരുന്നോ, ആ ജാറങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നുവോ, അതിന്മേൽ പട്ടുമൂടിയിരുന്നുവോ? ചിന്തിക്കൂ ഉപ്പമാരെ, നമ്മൾ ആലോചിക്കുന്നു. ഇതല്ലേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്? അതല്ലാതെ ഖബർ സിയാറത്ത് ചെയ്തുകൂടാനും നമ്മൾ പറയുന്നുണ്ടോ? ഖബർ സിയാറത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയണം. നമ്മളത് എപ്പോഴും പറയുന്നുണ്ട്, പോകാറുണ്ട്. പോകാൻ സൗകര്യമുള്ളവരൊക്കെ ഖബറിൻ്റെ സമീപത്ത് പോയിട്ടും അല്ലാതെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, അല്ലാത്തവർക്ക് വേണ്ടി മൊത്തത്തിൽ റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഞങ്ങളുടെ മുമ്പ് ഇവിടെ ഈമാനിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈമാനോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവർക്കും പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ ഖബറിന്റെ സമീപത്ത് ചെന്നും അല്ലാതെയും മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? അതേ അവസരത്തിൽ ഖബറാളികളോട് പോയിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ നേർച്ചകളൊക്കെ കൊടുത്ത് അവിടെ വിളക്ക് കത്തിച്ചിട്ട് അവർക്ക് വേണ്ട സംഭാവനകളൊക്കെ അർപ്പിച്ചിട്ട് തൻ്റെതായ ആഗ്രഹങ്ങൾ ഉപ്പാപ്പാ ഉപ്പാപ്പോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ച് തേടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസ്ഥയല്ലേ സമൂഹത്തിലുള്ളത്? നിങ്ങൾ നോക്കൂ, മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാ? അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ലോകത്ത് സ്ഥാപിതമായ ഒന്നാമത്തെ ഭവനം. ആ ഭവനത്തിൻ്റെ തിരുമുറ്റത്ത് പോയി നിന്നുകൊണ്ട് പോലും മടവൂരേ എന്ന് വിളിച്ച് തേടാൻ പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിയാക്കളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതൊക്കെ അതിശയോക്തിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ കേട്ടോ, ഹജ്ജിന് പോയപ്പോൾ, മക്കത്ത് പോയപ്പോൾ ഒരു മുസ്ലിയാർക്ക് ഹജറുൽ അസ്വദിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റാതെ ആവുകയാണത്രേ. അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തത്ര കഠിനമാണ്
ഭയങ്കരമായ തിരക്കാണ് ഹജറുൽ അസ്വദിന്റെ സമീപത്ത്. ഈ പോയതൊരു മോലിയേരുമാണ്. അപ്പൊ ഈ മോലിയേർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയത്രേ, ഞാനെന്തിനാ ഇത്ര ഇടങ്ങേറാകുന്നത്, എവിടുന്നാ വിളിക്കുന്നതെന്ന് നോക്കണം. ഹജറുൽ അസ്വദുള്ള മൂലയുടെ ഭാഗത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ മുസ്ലിയാർ അപ്പോൾ ഓർത്തുവത്രേ, എന്താ എനിക്ക് എൻ്റെ മടവൂരിനെ ഒന്ന് വിളിച്ചാൽ എന്നും പറഞ്ഞ് മടവൂരേ എന്ന ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചപ്പോ എന്താ ഉണ്ടായതെന്ന് ബാക്കി മുസ്ലിയാർ പറഞ്ഞു തരും. അപ്പം മൂസ മുസ്ലിയാർ പറയാണ്, ഷെയ്ഖുന എന്ന് വിളിച്ചു നോക്കാം, ഷെയ്ഖുന എന്ന് വിളിച്ചു നോക്കാം. എവിടുന്നാന്ന് ആലോചിച്ച് നോക്കണം. മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മുത്താൻ ഏതാൾ കഴിയില്ല, എനിക്കിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ അറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കയ്യും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്ന് പറഞ്ഞത് ശൈഖുനെന്നാ, അത് തസവൂറാവില്ല, അത് വേറെ കാര്യം. പെട്ടെന്നൊരാളെന്ന് പറഞ്ഞത് ശൈഖുനെന്നാ, അത് തസവൂറാവില്ല, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മോളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇതത്ര ആകോ എന്നൊരു ചിലപ്പോ നമുക്ക് തോന്നിപ്പോന്ന, ഇതിന്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ശൈഖുന നേടിയെടുത്തത്. കണ്ടോ, എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ള അപാരമായ പവറാണ് ശൈഖുനാക്ക് അല്ലാഹു കൊടുത്തത്. എവിടുന്നായി വിളിക്കണേ? ഹജറുൽ അസ്വദിന്റെ തൊട്ട് ചാരത്ത് നിന്ന്. മടവൂരേന്നാണ് വിളിച്ചപ്പോ ഒരാളാണ് പ്രത്യക്ഷപ്പെട്ടത് മടവൂരനെ. മുപ്പരാണ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതനാണ്, മുത്താൻ സൗകര്യം ചെയ്ത് കൊടുക്കണം. നോണ പറയുമ്പോ കുറച്ചൊക്കെ ഒന്ന് കേൾക്കാനുള്ള സേവ് പറയണ്ടേ. 10 മിനിറ്റ് മൂപ്പര അവിടുന്ന് മുഖെടുത്തിലാണ്. അത് അവിടെ തിരക്കല് ഹജറുൽ അസ്വദിന്റെ അവിടെ 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് അവിടെ ചുംബിക്കാൻ അനുവദിക്കോ? 10 മിനിറ്റ് മൂപ്പരുടെ മുഖവും തൊള്ളൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഇതിൻ്റെയൊക്കെ അപകടം എത്രയാണ് സഹോദരന്മാരെ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം കൊടുക്കുന്നയാളാണ് മടവൂർ. ഈ വിധത്തിലുള്ള ശിർക്കൻ പ്രചരണങ്ങൾ, ഈ വിധത്തിലുള്ള കുഫ്റൻ പ്രചരണങ്ങൾ ഈ സമൂഹത്തോട് ഇവർ പറയുമ്പോ ഇവർക്ക് നബിമാരോടെന്ത് കൂറാവുള്ളത്, ഖുർആനിനോടെന്ത് ബഹുമാനമാണുള്ളത്? മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവനും തേടിയതാരോടാണ്? അല്ലാഹുവേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളിൽ ഓരോ നബിമാരുടെ പ്രാർത്ഥനകൾ നമുക്ക് വിശദീകരിക്കാൻ നിന്നാൽ അതിന് തന്നെ എത്ര സമയം വേണ്ടിവരും? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്ര ദിക്റുകളും ദുആകളും നമുക്ക് ചൊല്ലാനുണ്ട്. റബ്ബല്ലാത്തവരോട് നമുക്കതിൽ തേടാനുള്ള ഒരു തേട്ടമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലുമില്ല സഹോദരന്മാരെ. മാത്രമല്ല ഇവർ പറയുന്നത് എന്താണ്? നമുക്ക് അള്ളാനോട് നേരിട്ട് തേടാൻ ഒരു അർഹതയുമില്ല. എത്ര അപകടമുള്ള വാക്കാണ്. ഏയ്, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കുന്നു. നമുക്ക് അള്ളാനോട് തേടാൻ അർഹതയേ ഇല്ല. അള്ളാനോട് നേരിട്ട് തേടാൻ അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ? മുത്തുനബിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ മുത്തുനബിയോടാണ് തേടേണ്ടത്. നോക്കൂ നിങ്ങൾ, അവരെഴുതി വെച്ചതാണ്. എന്താ പറഞ്ഞത്? അവർ കൃത്യമായി എഴുതി വെച്ചത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ സാധിക്കും. നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അവരെഴുതിയ വാചകാണ്. നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹിനോട് ചോദിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. തീർന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും തേടിയത് റബ്ബിനോട്. ആ റബ്ബിന്റെ റസൂല് നമ്മളോട് നിസ്കാരത്തിന്റെ അകത്ത് എത്ര പ്രാർത്ഥനയാ ചൊല്ലാൻ പറഞ്ഞത്, നിസ്കാരത്തിന്റെ പുറത്ത് എത്ര പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചു തന്നത്. ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന അതിലെവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് നബിക്കറിയൂലേ? നമുക്ക് അള്ളാഹിനോട് തേടാൻ അർഹതയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുത്തുനബി നമ്മളോട് അള്ളാഹിനോട് തേടുന്ന തേട്ടങ്ങൾ പഠിപ്പിച്ചു തന്നത്? നബിയോട് തേടുന്ന തേട്ടങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നത്? ഇതൊക്കെ ഏത് കുട്ടിക്കും മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ? ഇവർ എഴുതുന്നതും വമ്പിച്ച കളവ്, പറയുന്നതും വമ്പിച്ച കളവ്. എഴുതിയതിൻ്റെ സാമ്പിളല്ലേ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. ഇനിയും തീർന്നില്ല. നമ്മൾ അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയാഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കൂല. നമുക്കല്ല ഒരു കാര്യവും നേടിത്തരൂല. അല്ല നമുക്ക് ഉത്തരം ചെയ്യൂല. അല്ല നമ്മളോട് അടുക്കുക പോലുമില്ല. പിന്നെ അല്ല നമ്മളോട് അടുക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനോട് നേരിട്ട് പറയാതെ നബിയെ വിളിച്ചുകൊണ്ട് പറയണം. അതാണ് മൗലിദിലൂടെ ചൊല്ലിപ്പിക്കുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുകയാണ് നബിയേ, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരേണമേ എന്ന് നബിയെ വിളിച്ചു പറയാതെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത്തരക്കാരുടെ പാപം പൊറുക്കൂല. ഇങ്ങനെ വരാൻ പറഞ്ഞു പൊയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിന് ഖുർആൻ തെളിവും ഉദ്ധരിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പറഞ്ഞ വാദത്തിന് ഖുർആനിലെ ആയത്തും തെളിവുദ്ധരിച്ചു. അതും ഏതാ ആയത്ത് നോക്കണം. അള്ളാഹിനോട് മാത്രമേ തേടാവൂന്ന് പഠിപ്പിക്കണ ആയത്താ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഒരായത്തുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബിഹി ലഅല്ലഹും യർശുദൂൻ. എന്താ അതിൻ്റെ അർത്ഥം? നബിയെ താങ്കളോട് ചോദിച്ചാൽ, അല്ലാഹ് പറയാണ്, എന്നെക്കുറിച്ച് അവർ നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവർക്ക് എന്നോട് എപ്പോഴും തേടാം, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് അവർ സദാ എന്നോട് തേടിക്കോട്ടെ, എൻ്റെ വിളിക്ക് കൽപ്പനക്ക് അവർ ഉത്തരം ചെയ്തോട്ടെ. ഇതാണ് ആയത്ത്. ഒരു മുസ്ലിയാർ ഖുർആനിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അയാളത് എഴുതല്ലായിരുന്നു. അയാളത് എഴുതിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അയാൾ പറയണേ, ഞാൻ ഖുർആനിന് വ്യാഖ്യാനം എഴുതാനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ ആദ്യം വ്യാഖ്യാനം എഴുതിയത് മൊയ്തീൻ മാലക്കാണ്. മൊയ്തീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ മൂപ്പർക്ക് ധൈര്യമായി, ഇനി ഖുർആനും വ്യാഖ്യാനിക്കാം. അങ്ങനെ മൂപ്പര് ഖുർആൻ വ്യാഖ്യാനത്തിലേക്ക് കടന്നിട്ട് വ്യാഖ്യാനിച്ച കോലാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അയാൾ പറയുന്നത് കേട്ടോളിൻ. ആയത്തിൽ എന്താ ഉള്ളത്? വഇദാ സഅലക, നബിയെ നിന്നോട് ചോദിച്ചാൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനി കേട്ടോ അയാളുടെ വ്യാഖ്യാനം പോകുന്ന കോലം. നിന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ അടിമകൾ, അയാളുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കുകയില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. റബ്ബിൻ്റെ ആയത്ത് നേരെ അങ്ങോട്ട് എതിര് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. ഖുർആൻ്റെ ആയത്ത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ടാണ് ഈ കളിക്കുന്നത്. എന്താ അയാൾക്ക് പിടിവള്ളി? എന്താ ആയത്തിൻ്റെ തുടക്കത്തിൽ നിന്നോട് ചോദിക്കാന്നില്ല, അയിമേണ് കൂടി. അപ്പൊ ആദ്യം നിന്നോട് ചോദിക്കണം. അപ്പൊ നമ്മൾ പാപം ചെയ്താൽ എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്,
എൻ്റെ പാപം പൊറുക്കണേന്ന് ആദ്യം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അല്ലാഹുവേ എൻ്റെ പാപം പൊറുക്കണേന്ന് പറയണം. അല്ലാതെ അല്ലാഹുവേ നീ എൻ്റെ പാപം പൊറുക്കണേന്ന് പറഞ്ഞാലോ അത് മുനാഫിക്കിന്റെ ദുആയാണ്. എത്ര ഗൗരവമാണ് നോക്കൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ, നിസ്കാരത്തിലും അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് ആ ദുആ കൊണ്ട് ദുആ ചെയ്യാനാണ്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുത്ത ദുആയുടെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഞാൻ ധാരാളക്കണക്കിന് പാപങ്ങൾ ചെയ്തിരിക്കുന്നു, എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണമേ. നീ അല്ലാതെ പാപം പൊറുക്കുന്നവൻ വേറെയില്ല. നീയാണെല്ലാം പൊറുക്കുന്നവനും നീയാണ് ഏറെ കരുണ ചെയ്യുന്നവനും. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാനൊരു വസിയത്തായി പറയാണ്, നിങ്ങളൊക്കെ നിസ്കാരം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലുമായി ഈ ദുആ ചൊല്ലണം. ഈ ദുആ ചൊല്ലണം, നിസ്കാരത്തിൻ്റെ പുറത്തും ചൊല്ലണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അതിലെന്താ പറയുന്നത്? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. ഈ മുസ്ലിയാർമാർ പറയുന്നത് എന്താണ്? തെറ്റ് ചെയ്ത ആളുകൾ ആദ്യം മദീനത്തേക്ക് വിളിച്ചിട്ട് ഇർതകബ്തു അലൽ ഖതാ, എണ്ണവും കണക്കുമില്ലാത്തത്ര പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ എന്ന് നബിയോട് പറയാത്തവർക്ക് പാപം പൊറുക്കൂല, ഉത്തരം കിട്ടൂല, അടുപ്പം കിട്ടൂല. ഇതെന്ത് ഇസ്ലാമാ? ഇതാ പറയുന്നത് ഇവരുടേത് വേറെ മതാണ്, ഇസ്ലാം വേറെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്രയെത്ര പ്രാർത്ഥനകൾ സ്വർഗം ഇൻഷൂർ ചെയ്യുന്നൊരു ദുആയുണ്ട് നമുക്ക്. ഇവിടെ കൂടിയ സർവ്വ ആളുകളും അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. എല്ലാവരും അത് മറക്കാതെ ദിവസത്തിൽ 2 തവണ ചൊല്ലണം. ഒരു പകലിൽ ചൊല്ലണം, ഒന്ന് രാത്രിയിൽ ചൊല്ലണം. അല്ലാഹുവേ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വബഅദിക മസ്തതഅതു എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും ഒക്കെ അവിടെയുണ്ട്. വലിയ ആശയമുള്ള പ്രാർത്ഥനയാണ്. അത് മനസ്സിൽ തട്ടിക്കൊണ്ട് അതിൻ്റെ ആശയം ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും പകലിൽ ഒരു തവണയെങ്കിലും പറഞ്ഞാൽ ആ പകലിൽ അവൻ മരിച്ചാൽ അവൻ സ്വർഗാവകാശിയാണ്. രാത്രിയിൽ പറഞ്ഞു പകലാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാലും അവൻ സ്വർഗാവകാശിയാണ്. ഒരു ദിവസം 2 തവണ മിനിമം പറയണം, എല്ലാവരും പറയണം, ആരും മറക്കരുത്. പകലും പറയണം, രാത്രിയും പറയണം, മിനിമം 1 തവണയെങ്കിലും. അങ്ങനത്തെ ദുആ. അതിലെന്താ? അല്ലാഹുവേ പൊറുക്കണേന. അതിലാദ്യം നബിനെ വിളിച്ച് തേടുന്നുണ്ടോ? നബിനോട് നേരിട്ട് തേടുന്നവൻ മുനാഫിക്കാണെന്നാണ് മുസ്ലിയാക്കൾ പ്രസംഗിക്കുന്നത്. പേരോട് മുസ്ലിയാടക്കമുള്ള ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങൾ നബിയോട് തേടൂല, അള്ളാനോടെ തേടൂ എന്ന് പറയുന്നവരൊക്കെ മുനാഫിക്കുകളാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ പേരിൽ എന്ത് കളവാണ് പറയുന്നത്. എങ്കിൽ മഹാന്മാരായ നബിമാര് മുഴുവനും മുനാഫിക്കാവണ്ടേ? നബിമാരൊക്കെ പാപമോചനത്തിന് തേടിയത് അള്ളാനോടല്ലേ? മുത്തു മുസ്തഫ നമുക്ക് നിസ്കാരത്തിലും പുറത്തുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പാപമോചന തേട്ടങ്ങളൊക്കെ അള്ളാനോട് മാത്രമല്ലേ? നബിയോടുണ്ടോ അതിൽ പാപം പൊറുക്കണേ നബിയേ എന്ന് ഒരൊറ്റ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർ ഈ സമൂഹത്തെ ഇങ്ങനെ പഴപ്പിക്കുന്നത്? ചിന്തിച്ചോളി, നിങ്ങൾ ചിന്തിച്ചോളിയും പ്രിയമുള്ളവരെ. ഇത് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമായി പറയുന്നത്. വേറെ ആരെയും ഇവിടെ കുറ്റം പറയലോ വഷളാക്കലോ ഇടിച്ചു താഴ്ത്തലോ വ്യക്തിഹത്യ നടത്തലോ ഇവിടെ ഉദ്ദേശമല്ല. പറയുമ്പോൾ ചില വ്യക്തികളെ പറയാതിരുന്നാൽ മനസ്സിലാവില്ലല്ലോ. കാടടക്കി വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും നീ വാദല്ലാന്ന് ഞങ്ങൾക്കറിയാതെ. നിഷ്കളങ്കരായ എത്ര മുസ്ലിയാക്കന്മാരെ എനിക്കറിയാം. അവർ ഈ വാദങ്ങൾക്കൊക്കെ എതിരാണ്. കാര്യങ്ങൾ പറയണമൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലപ്പുറത്ത് നിൽക്കല്ലാതെ വകുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് പാവങ്ങളായ മുസ്ലിയാർ കുട്ടികളെ ആ പക്ഷത്ത് നിൽക്കുന്നവരെ എനിക്കറിയാം. അവരുടെ ഗതികേട് കൊണ്ട് നിൽക്കുകയാണ്. അവരും ഇവരെയും എങ്ങനെയാ നമ്മൾ ഒരേ തട്ടിൽ തൂക്കുക? അതുകൊണ്ടാ പറയുന്നത്. ഇവരൊക്കെ ഈ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ചില്ലറയാണോ? ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. മുത്തു മുസ്തഫായോട് പാപമോചനത്തിന് തേടിയാലേ നമ്മുടെ പാപം പൊറുക്കൂ എന്ന നിബന്ധന ഏത് കിതാബിലാണ്
തൗബയുടെ നിബന്ധനയായി പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതല്ലേ തൗബ സ്വീകരിക്കണമെങ്കിലുള്ള നിബന്ധന. അതിലെവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചോ ഉമ്മമാരെ ഉപ്പമാരെ? തൗബ സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധന എന്താണ്? ആദ്യം നബിനോട് പാപം ഏറ്റു പറയണം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോ? ഏതെങ്കിലും കിതാബിൽ അങ്ങനെ പ്രമാണബദ്ധമായി എഴുതിയത് കണ്ടോ? കാണാൻ സാധിക്കില്ല. പച്ച നോണ സമൂഹത്തോട് പറയാൻ യാതൊരു ലജ്ജയുമില്ലാതെ ഒരു വിഭാഗം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജാഗ്രതയോടെ ഇരുന്നോളൂ കുടുംബങ്ങളെ, ഇതാ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ കപടമായ പ്രചരണങ്ങളിൽ പെട്ടുപോകാതെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അല്ലാഹ് നിശ്ചയിച്ചിരുന്ന ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ട്, അത് വിടരുത്. ഞാനിവിടെ കൂടിയ മുഴുവൻ ഉമ്മമാരോടും കുടുംബാംഗങ്ങളോടും പറയാണ്, ദിക്റിലാണ് നമുക്ക് ശാന്തി. നമുക്ക് ദിക്റുകളില്ലെന്ന് നമ്മെ ആരോപണം നടത്തുന്നവരോട് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് ദിക്റുണ്ടേന്ന് അവരുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ടല്ല, നമ്മൾ കാണിച്ചു കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ദിക്റുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ നേരല്ല. ഉറങ്ങുവോളം ചൊല്ലാനുള്ള ദിക്റുണ്ട്. ഈ കോൺഫറൻസിന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ രാവിലത്തെ ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ ചൊല്ലാനുള്ള ദിക്റ് മടക്കരുതേ. വൈകുന്നേരത്തെ ചായ ഇനി നിങ്ങൾ കുറച്ചൊന്നാണ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ മറക്കല്ലേ. ഉളുവെടുത്തിട്ടല്ലാതെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കല്ലേ. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കൂ. അള്ളാന്റെ റസൂൽ അവിടെ ചൊല്ലാൻ പറഞ്ഞ ആയത്തുകളും സൂറത്തുകളും ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിയിട്ടല്ലാതെ നിങ്ങൾ കിടക്കരുത്. നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എഴുന്നേറ്റ് തിരക്കുണ്ട് എന്ന് തോന്നി പോകരുത്. പലരും നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ വാച്ചിൽക്ക് നോക്കി ഫോണിൽക്കൊക്കെ നോക്കിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അവൻ എന്താ പുറത്ത് പണി? പുറത്ത് മറ്റുള്ളവനോട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ മണിക്കൂർ കണക്കിന് നിൽക്കും. അതേ അവസരത്തിൽ ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ആ നിസ്കരിച്ച ഇടത്തിരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ് അടക്കമുള്ള ദിക്റുകളും അല്ലാഹ് പോലെ തന്നെ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക തുടങ്ങിയ പ്രാർത്ഥനകളുമൊക്കെ ഒന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ എന്താണ് നമുക്ക് തടസ്സം? ഉമ്മമാരെ, നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിൽ നിങ്ങൾ ദിക്ർ ദുആകൾ നിർവഹിക്കാതെ എഴുന്നേറ്റ് പോകല്ലേ. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെതായ ശബ്ദം നമ്മുടെ വീട്ടിലെന്നും ഓതണം. ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കയറരുത്. വീട്ടിലെ ഒരു മെമ്പറും ബിസ്മി ചൊല്ലാതെ വീടിൻ്റെ അകത്തേക്ക് കയറരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ കഴിക്കരുത്. എല്ലാ ദിക്റുകളും അത് അതിൻ്റെ സമയത്ത് ചൊല്ലിയാൽ അത് ശൈത്താനിൽ നിന്നുള്ള കാവലാണ്, അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയാണ്, ആപത്തുകളിൽ നിന്ന് നമുക്ക് കാവലാണ്. ആരും ഇത് ഒഴിവാക്കരുതേ. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് ഉളുവോടുകൂടെ ആകണേ. അവിടെ മുതൽക്കങ്ങ് കൃത്യമായി ഈ ശബ്ദം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ, ഈ സാധു ഇത് ഇവിടെ ഒരു വസിയ്യത്തായി പറയുകയാണ്, ആ വസിയ്യത്ത് അനുസരിച്ചുകൊണ്ട് എൻ്റെ ഏതൊക്കെ ഈ ശബ്ദം ശ്രവിച്ച ഉമ്മമാര്, പെങ്ങന്മാര്, ഉപ്പമാര്, സഹോദരന്മാര് പ്രവർത്തിച്ചുവോ അതിൻ്റെ ഒരു കൂലി എനിക്കും കിട്ടുമല്ലോ, പ്രവർത്തിച്ച നിങ്ങൾക്കും കിട്ടുമല്ലോ. കാരണം ഈ ലോകം ഇന്ന് സമാധാനത്തിന് വേണ്ടി കേഴുകയാണ്. ടെൻഷനാണ് മനുഷ്യന്, പ്രയാസങ്ങളാണ് മനുഷ്യന്. അവൻ്റെ മനസ്സിന് ശാന്തി നൽകാൻ അല്ലാഹ് പറയുന്ന ഔഷധമാണ്, റബ്ബ് തന്നിട്ടുള്ള മെഡിസിനാണ്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ ജനങ്ങളെ, അല്ലാഹുവിനെ ഓർക്കേണ്ട സമയത്ത് ഓർക്കേണ്ട പ്രകാരം ഓർക്കുന്നതിലൂടെ മാത്രമേ ഹൃദയങ്ങളിലെ ടെൻഷൻ മാറുകയുള്ളൂ, ഹൃദയം സമാധാനമുള്ളതാവുകയുള്ളൂ, ഹൃദയത്തിലെ സങ്കടങ്ങൾ പമ്പ കിടക്കുകയുള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കണം. വീട്ടിലത് കൃത്യമായി മുടങ്ങാതെ നടക്കുന്നുണ്ടോ എന്ന ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഉമ്മ മകനെ വിളിച്ചാൽ, ഉപ്പ മോനെ വിളിച്ചാൽ, ആ മകനൊന്ന് വരാൻ വൈകിയാൽ ഉപ്പയായ നമുക്ക് എത്ര സങ്കടമാണല്ലേ, എത്ര വേദനയാണല്ലേ. ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ പുന്നാര മോന്, എൻ്റെ പുന്നാര മോള്
ഞാൻ വിളിച്ചെടുത്ത് വരൂലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എത്ര നേരം നമുക്കുണ്ടാവാറുണ്ട്. എങ്കിലതാ പള്ളി മിനാരത്തിൽ നിന്ന് ലോകത്തതാ മുഴുവൻ മുഴങ്ങുകയാണ്, അസ്സലാ ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരൂ മക്കളെ, ജനങ്ങളെ നിസ്കാരത്തിന് വരൂ, ഹയ്യ അലൽ ഫലാഹ്, സ്വർഗലോകമാകുന്ന സൗഭാഗ്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരൂ ജനങ്ങളെ. ആ വിളി കേൾക്കുമ്പോ അതിനൊരു ഉത്തരം കൊടുക്കാൻ പോലും മനസ്സ് വെക്കാതെ മൊബൈലിൽ ഇരുന്നിട്ട് അങ്ങനെ നിസ്കാരത്തിന്റെ സമയവും പാഴാക്കി കളയുന്ന മക്കളാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, ആങ്ങളെയാണോ, പെങ്ങളാണോ നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ വീട് നരകമാണ്, അത് പിശാചിന്റെ താവളമാണ്. അവിടെ അടിതീർന്ന നേരമുണ്ടാവില്ല, അവിടെ മനസ്സംഘർഷം തീരൂല, അവിടെ അമ്മായിമ്മ പോര് വിട്ടുപോകൂല, അവിടെ മരുമകളും അമ്മായി അമ്മയും പോരാണ്. അതേപോലെ തന്നെ മക്കളും ബാപ്പയും തമ്മിൽ അടിയാണ്, അനുസരണമില്ല. എന്താ തകരാറ്? അവിടെ വിളയാടുന്നത് ശൈത്താനാണ്. ഈ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വീട്ടിൽ ഖുർആൻ ദിവസവും നടക്കണം, ദിവസവും ഖുർആൻ ഓതണം, ദിവസവും ദിക്റുകൾ ചൊല്ലണം. ചോദിക്കണം രക്ഷിതാക്കളെ നിങ്ങൾ മക്കളോട്, നീ ഇന്ന് സ്കൂളിൽ പോയോ, നീ ഇന്ന് ഹോംവർക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ട് പൊന്നുമക്കളോട് ഉമ്മാരും ഉപ്പാരും ചോദിക്കണം, മോനെ ഇന്ന് സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ ദിക്റ് ചൊല്ലിയിട്ടുണ്ടോ മോനെ? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ദിക്റ് ചൊല്ലിക്കൊടുക്കണം, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കണം. ഓരോ സമയത്തും ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ടത് ചൊല്ലിച്ചു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ഖബറിലെത്തിയാലും നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോള്, നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോന് ജീവിതകാലത്ത് മുഴുവനും അതങ്ങ് ചൊല്ലുമ്പോ നിങ്ങൾ ഖബറിൽ മണ്ണായി പോയിട്ടുണ്ടെങ്കിലും വലതുൻ സാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ രൂപത്തിലുള്ള നല്ല ഒരു സാലിഹായ മക്കള് അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾക്കും പ്രതിഫലമുണ്ട്. കാരണം നിങ്ങളാണ് അവർക്ക് തർബിയത്ത് കൊടുത്തത്, നിങ്ങളാണ് അവരെ വളർത്തിയത്. അത് കിട്ടാൻ മോഹല്ലേ നമുക്ക്? നമ്മളെ കുട്ടികളെ പറ്റി നമുക്കുള്ള മോഹം ദുന്യാവിലല്ലല്ലോ. ദുന്യാവിൽ നമ്മുടെ മക്കൾ ശമ്പളക്കാരായിട്ട് നമ്മളെ സഹായിച്ചേക്കാം, ഇനി സഹായം കിട്ടാതെ വന്നേക്കാം. നമ്മൾ അതിനേക്കാൾ അപ്പുറമാണ് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർ പരലോക കോടതിയിൽ നമുക്ക് കണ്ണിൻ്റെ കുളിർമയാവണം, അവർ നമ്മളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണം. അതിന് നമ്മൾ അവർക്ക് അദബ് പഠിപ്പിക്കണ്ടേ, ഇസ്ലാം പഠിപ്പിക്കണ്ടേ? അതേ അവസരത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ സ്റ്റഡി ടൂറിന് വിടുകയാണ്, ബസ്സിൽ അവർ കയറി പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലെ ഹോസ്റ്റലുകളിലേക്ക് പ്രായം തികഞ്ഞ ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ വിടുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എത്രയെത്ര ഉമ്മമാരും ഉപ്പമാരുമാണ് നല്ല തട്ടമിട്ട പർദ്ദയിട്ട കുട്ടികളെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും അതേപോലെ തന്നെ പലയിടങ്ങളിലേക്കും കയറ്റിവിടുന്നത്. ബാപ്പയും ഉമ്മയും സ്റ്റേഷൻ വിട്ട് കഴിയുമ്പോഴേക്ക് ഈ ട്രെയിൻ അങ്ങ് നീങ്ങിപ്പോകുമ്പോഴേക്ക് അടുത്ത സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുമ്പേ മക്കൾ അവരുടെ പർദ്ദ ഊരി പോക്കറ്റിലിട്ടു, ബാഗിലേക്ക് തള്ളി, മഫ്ത ഊരി അത് ബാഗിലേക്ക് തള്ളി. പിന്നെ അവിടെ നടക്കുന്ന രംഗങ്ങൾ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് ചില ആൺമക്കളും കയറിയിട്ടുണ്ട്. അവരടുത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന ക്രിയകൾ കണ്ടാൽ ഒരു മനുഷ്യൻ അത് നോക്കിയിരിക്കാൻ ധൈര്യം വരുമോ? എത്ര ഗൗരവത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ച് ഇതൊക്കെ നടക്കുന്നത്, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെന്റുകളിൽ നടക്കുന്നത്, ബർത്ത് സീറ്റുകളിൽ നടക്കുന്നത്. അതേപോലെ തന്നെ രാത്രി കിടന്നുപോയി സഞ്ചരിക്കുവാനുള്ള വലിയ വലിയ സംവിധാനങ്ങളുള്ള ബസ്സുകളിൽ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഇവിടെ നിന്ന് മൈസൂരിലേക്കൊക്കെ പോകുന്ന വാഹനത്തിൽ അതേ കിടന്നു പോകാനുള്ള സംവിധാനം വരെ ഇല്ലേ? അതിലൊക്കെ കാട്ടിക്കൂട്ടുന്ന എത്രയെത്ര വിക്രിയകളാണ് ഇന്നും അതാ വാട്സപ്പുകളിൽ പരസ്യമാണ്. ഇതൊക്കെ ആരെ മക്കളാ? ഇതൊക്കെ ആരുടെ മക്കളാ ഉപ്പമാരെ? ആരുടെ മക്കളാണ് ഉമ്മമാരെ? ഫോണും നല്ല ഫോണും കൊടുത്തു, എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. അവരവിടെ പോയിട്ട് ഹോസ്റ്റലിൽ പിന്നെ മറയില്ല, അവിടെ പഠിക്കുന്നിടത്ത് മറയില്ല. അവർ പിന്നെ ഒരുമിച്ച് താമസിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളും പോയിട്ട് അന്യരാഷ്ട്രീയമായും അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. ദുആ ചെയ്തോളൂ കുടുംബങ്ങളെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ
വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ അറിയുന്നവരുണ്ടാകും, പക്ഷേ അർത്ഥം പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, വദുരിയാതിനാ, ഞങ്ങളുടെ മൺമക്കളിൽ നിന്ന്, ഞങ്ങളുടെ ആൺമക്കളിൽ നിന്ന്, ഞങ്ങളുടെ പേരക്കുട്ടികളിൽ നിന്നും, ഖുർറത അഅ്യുൻ, നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ, വജഅൽനാ, നീ ഞങ്ങളെ ആക്കണേ, ലിൽമുത്തഖീന ഇമാമാ, ലോകത്ത് നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നേതാവാകാൻ മാത്രം യോഗ്യരാകുന്ന മക്കളും ഭാര്യയും ഭർത്താവുമൊക്കെ ആക്കി എൻ്റെ മക്കളെയും ഭാര്യയുമൊക്കെ ഭർത്താവിനെയുമൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ എന്ന് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. സുബഹിയുടെ സമയത്തിൻ്റെ ഒരമണിക്കൂർ മുമ്പ് നീറ്റൂടെ ഉമ്മ, ഒന്ന് എഴുന്നേറ്റൂടെ ഉപ്പമാരെ, ഓ ചെറുപ്പക്കാരെ, എന്ത് ചോദിച്ചോ തരാമെന്ന് റബ്ബ് ഓഫർ ചെയ്യുന്ന നേരമാണത്. ഏത് ആവശ്യത്തിനും തേടിയാലും ഞാൻ തരാമെന്ന് റബ്ബ് ഓഫർ പറയുന്ന നേരമാണ്. സുബഹി ആകുന്നതിൻ്റെ മുമ്പുള്ള ആ സമയം, അത്താഴത്തിൻ്റെ നേരത്ത് റബ്ബിനോട് തേടിയാൽ റബ്ബ് തരാത്ത കാര്യങ്ങളുണ്ടോ? ദുന്യാവിൻ്റെ എത്ര ചോദിക്കാനുണ്ട്, ആഖിറത്തിൻ്റെ എത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നാളെ മുതൽ തന്നെ നിങ്ങൾ അലാറം വെച്ച് എഴുന്നേറ്റ് സുബഹി ഒരു 4-5 മണിക്കാണെങ്കിൽ ഒരു 4:30 മണിക്കെങ്കിലും മിനിമം അലാറം വെച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലണം. അതിൻ്റെ പുറമേ നിങ്ങൾ അള്ളാഹിനോട് പ്രത്യേകം പല കാര്യങ്ങൾ ചോദിക്കണം. അതിനൊക്കെ പ്രത്യേകം ഉത്തരവും കിട്ടും. ഇനി നിങ്ങൾ ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം റബ്ബ് കബൂലാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാരും കാണണ്ട. ഭർത്താവേ എഴുന്നേറ്റോളൂ, ഭാര്യയെ വിളിച്ചുണർത്തിക്കോളൂ. എണീക്കാൻ കുറച്ച് തടസ്സമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ നോക്കൂ. ഭാര്യമാരെ നിങ്ങൾ എഴുന്നേൽക്കൂ, ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തൂ. ആ നേരത്ത് കരഞ്ഞു പറയൂ, മക്കളെ നന്നാക്കണേ അല്ലാ, എൻ്റെ മക്കൾ തോന്നിയാസത്തിൻ്റെ ആളുകളാവരുത്, ഞാനതിൽ പെട്ടുപോകരുത്. എൻ്റെ മക്കളെ എനിക്ക് പരലോകത്ത് തുണയാകണേ, എൻ്റെ ഖബറിൽ എനിക്ക് സമാധാനം കിട്ടണേ. കാരണം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട്, റസൂലുള്ളാഹിനെ കുറിച്ച് ചോദ്യമുണ്ട്, ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതൊക്കെ മറുപടി പറയാൻ എഞ്ചിനീയറും ഡോക്ടറും അതേപോലെ തന്നെ അധ്യാപകനും കൂലിത്തൊഴിലാളിയും ഏത് വ്യക്തിയാണെങ്കിലും അവരൊക്കെ പറയേണ്ട മറുപടി ഒന്നാണ്. അത് പഠിപ്പിക്കാൻ മറന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് അതവിടെ ചോദിക്കും. ആ ഉത്തരം എനിക്ക് കിട്ടണേ, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ സാധിക്കണേ. എന്തൊക്കെ കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ദിക്റുകൾ ചൊല്ലുന്ന ആളുകളാണ്. പക്ഷേ നമ്മെക്കുറിച്ച് പറ്റിയ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? അവരുടെ കോൺഫറൻസിന് പോകരുത്, അവരുടെ ഫാമിലി കോൺഫറൻസിന്. ഫാമിലികളെ നിങ്ങൾ പോകരുത്. എന്താ കാരണം? അവർ ദിക്റില്ലാത്ത കൂട്ടരാണ്. അവർക്ക് ദിക്റില്ല, ദിക്റിൻ്റെ മജ്‌ലിസുമില്ല, സ്വലാത്തുമില്ല. പച്ചപ്പൊള്ളല്ലേ ഈ പറയുന്നത്? ഇത്ര നേരം ഞാൻ സംസാരിച്ചത് ദിക്റും ദുആയും വേണ്ടാനാണോ, സലാത്ത് വേണ്ടാനാണോ? അതേ അവസരത്തിൽ ഞങ്ങൾ ഇവരുടെ ഈ തുള്ളിച്ചാടി ദിക്ർ വേണ്ടെന്ന് പറയുന്നവരാണ്. ഇവർ ചില ഒച്ചയുണ്ടാക്കിയിട്ട് ചില ആട്ടങ്ങളും ചാട്ടങ്ങളുമുണ്ട്. അത് ഞങ്ങൾ പൊരുത്തപ്പെടൂല, ഞങ്ങൾ അംഗീകരിക്കൂല. അവരുടെ ദിക്റിന്റെ സാമ്പിൾ എന്ന് കണ്ടോളൂ. വടിത്തങ്ങളെന്ന് പറയുന്നവർ തങ്ങളുണ്ട്. അയാൾ കാട്ടിക്കൂട്ടുന്ന, അയാളും മണികളും കൂടി കാട്ടിക്കൂട്ടുന്ന കോപ്രായം നിങ്ങളൊന്ന് കണ്ടോളൂ സ്ക്രീനിലൂടെ. Hey
المجيد سيكون وടകര ദൂരെ ശേഖമ്മ വിലുള്ള ദൂരെ ശേഖമൂരിടാക്കിടണേ ശേഖാവലയിടണേ മതി മതി തന്നെ ഇത് കുറേ ഉണ്ട്. ഒരു ചങ്ങായിരുന്ന ആടിനുണ്ടല്ലോ, അതാ വടിത്തങ്ങൾ. ഇവരെ വലിയ ഔലിയാണ്, മുദബ്ബിറുലാലമാ, ലോകം മുഴുവൻ മൂപ്പര കൺട്രോളാണ്. കാരണം വലിയ ഔലിയായ വടകര മമ്മദാജി ഷാദുലി കുട്ടീന്ന് പേരിട്ട ആളാ, വലിയ മഹാനവറുകളാണ്. അയാളാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. എന്ത് കുട്ടികൾ പേടിച്ചു പോയൂലേ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? എന്നൊരു തുള്ളിച്ചാടുക, ഇങ്ങനെ ഡിസ്കോ ഡാൻസ് ആടുക, തവളച്ചാട്ടം ചാടുക, ഇതൊക്കെയുണ്ട്. ഇതിപ്പോൾ കാസർഗോഡ് കണ്ണൂരിൽ നിന്നാണ് പോയാൽ മടവൂര് കോട്ട എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അവിടെ നടക്കണ ഈ പേരോടിൻ്റെയും അതേപോലെ തന്നെ ആൾക്കാരുടെയും ഒക്കെ നേതാവിനായിരുന്നു ഇയാള്. ഇപ്പം ഇയാൾ ഗ്രൂപ്പ് മാറിയെന്ന് കണ്ടപ്പോൾ ഇയാളെ ചിലരൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഷാദുലി റാത്തീബും മറ്റേ ഡാൻസും ഡിസ്കോ ഡാൻസും ഒക്കെ ആയിട്ട് ഒരു പടിയുണ്ട്. ഇതൊക്കെ തനിച്ച ഹറാമാണെന്ന് ഞങ്ങൾ പറയും. അപ്പം നിങ്ങൾ ഞങ്ങൾക്കിട്ട പേരാണെന്ത്? ദിക്റില്ലാത്തോര്, ദുആയില്ലാത്തോര്, സലാത്തില്ലാത്തോര്. അത് നിങ്ങൾ വിളിച്ചോ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതിന് ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ മുത്ത് മുസ്തഫ പഠിപ്പിച്ച ദിക്റിന്റെ ദുആയുടെയും ആളുകളാണ്. ഈ കോപ്രായം കാണിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഒരൊച്ച ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ പല തരികിടകളും കാണിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വടിത്തങ്ങൾ എന്ന് പറഞ്ഞ ആളങ്ങൾക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അയാൾ വല്ലാത്ത മാണിക്കക്കല്ലാണ്. കാരണം വലിയ മുദബ്ബിറുലാലമാണല്ലോ. ഇനി അയാളെ ക്വാളിഫിക്കേഷൻ കേട്ടോളിയും, അയാൾക്ക് എന്തൊക്കെ ദർജകളുണ്ട് നിങ്ങളൊന്ന് കേട്ടോളിയും. അയാൾ തന്നെ പറയുന്നുണ്ട്, കേട്ടോളിയും. ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ കലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. നിർത്ത്. മഹാനായ ബാബുരാജിൽ നിന്ന് മൂപ്പര് സംഗീതം പഠിച്ചിട്ടുണ്ട്, ഹാർമോണിയം. മൂപ്പര് വലിയ ദർജകളാണ്. മഹാനായ ബാബുരാജിൽ നിന്ന് കോഴിക്കോട് കല്ലായിൽ പോയിട്ട് മിനിറ്റ് കൊണ്ട് മൂപ്പര് ഹാർമോണിയം പഠിച്ചു. ഇയാൾക്ക് പരിപാടിയെ തന്നെ ഹാർമോണിയം തങ്ങൾ എന്നൊക്കെ ഇയാൾക്ക് പേരുണ്ട്. പിന്നെ വടിത്തങ്ങൾ എന്ന് പേര് വന്ന എന്താ അറിയോ? പുര പൂർത്തിയായോടത്തൊക്കെ പോയിട്ട് ഇയാൾ ഇങ്ങനെ വടിയോണ്ട് തട്ടിയിട്ട് ഈ പൂമുഖം പൊളിക്കണം, ഈ ബെഡ്റൂം ശരിയല്ല, അങ്ങനെയൊക്കെ വടിയോണ്ട് ഇങ്ങനെ തട്ടി ഇയാൾ വടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന. അപ്പോൾ ഇയാളുടെ ഒന്നാമത്തെ മർത്തവ എന്താന്ന് കേട്ടില്ലപ്പോ? എന്താണ്? മൂപ്പര് ബാബുരാജിൽ നിന്നാണ് ഹാർമോണിയം പഠിച്ചത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എൻ്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആദാ കാലഘട്ടം വരുമ്പോൾ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, മദ്യം ഹലാലാണെന്ന് അതിന് വേറെ പേരിട്ടുകൊണ്ട് കള്ള് ഹലാലാക്കുന്നവർ രംഗത്ത് വരും. വൽ മആസിഫ വൽ മആസിഫ, ഹാർമോണിയവും തബലയും ചെണ്ടയും അതേപോലെ തന്നെ ഗിറ്റാറും അടക്കമുള്ള സംഗീതോപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്നവർ എൻ്റെ സമുദായത്തിൽ വരും. ഇത് മുത്ത് മുസ്തഫ എന്ന നമ്മുടെ നേതാവായ തങ്ങൾ പറഞ്ഞതാ. ഇയാൾ പറയുന്നതോ, ഇയാള് ബാബുരാജ്, മഹാനായ ബാബുരാജിന് ഇപ്പം എന്ത്? അയാൾ പഠിപ്പിക്കുന്നത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലാതെ അയാൾക്കിപ്പോൾ അത് ഹദീസും ഒന്നും അറിയില്ലല്ലോ. പക്ഷെ ഹദീസ് അറിയുന്ന പറയണ മുത്ത് മുസ്തഫായുടെ പേരക്കുട്ടിയാന്ന് പറയുന്ന വടിത്തങ്ങളാ പോയിട്ട് എന്ത് ചെയ്യുന്നത്? അതും വലിയ കറാമത്ത്. പെട്ടെന്ന് മൂപ്പര് ഹാർമോണിയം പഠിച്ചു. ഇനി അടുത്ത വരട്ടെ. മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും പഠിച്ചു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അടുത്ത വരട്ടെ. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫിലിം സ്റ്റാർ ആണ്, സിനിമാ നടനാണ്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി വരട്ടെ. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാനായിരിക്കും ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ഹറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നും അതൊന്നും ഹറാമല്ല. പോയർത്തോൾ സിനിമയിൽ മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളത്. മുഹമ്മദ് റാഫി സ്വർഗത്തിലാണ്. ഇനി ഓരോരുത്തരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. പ്രേം നസീർ സ്വർഗത്തിലാണ്. പ്രേം നസീർ സ്വർഗത്തിലാണ്. പറയാൻ കഴിയോ?
നമ്മൾ സ്വർഗം എന്ന് പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നത്, അള്ളാൻ്റെ ബാക്കിയുള്ളതാണ് ടിക്കറ്റ്, ആളെ ബാക്കിയില്ലല്ല. അതെ, അല്ല രേഖപ്പെടുത്തുന്നത് തന്നെയാണ് സ്വർഗം, നിങ്ങളല്ല രേഖപ്പെടുത്തുന്നത്. അള്ളാഹ്ക്ക് അതിന് ചില നിയമങ്ങളുണ്ട്. ഇന്നോലൊക്കെ സ്വർഗത്തിലാ ഇന്നോലൊക്കെ നരകത്തിലാന്നല്ല. അള്ളാഹിൻ്റെ നിയമങ്ങൾ അനുസരിച്ചവർക്കൊക്കെ സ്വർഗം കിട്ടും, നിയമങ്ങൾ ധിക്കരിച്ചവർക്കൊക്കെ നരകവും കിട്ടും. അത് പേരെന്താണെന്ന് നോക്കിയിട്ടൊന്നുമല്ല. സിനിമാ നടനായി അയാൾ അള്ളാഹിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പിന്നെ തയ്യാറാകുകയാണോ അയാൾക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരെക്കുറിച്ചുമല്ല പറയുന്നത്. ഇയാളാണ് ഇപ്പോൾ ലോകത്തിൻ്റെ കൺട്രോളറാണ്. ഇയാൾ മുദബ്ബിറുൽ ആലമാണ്. ഇയാൾ മടവൂരിൻ്റെ അടുത്ത ആളാണ്. വടകര മമ്മദാജി തങ്ങളുടെ അടുത്ത ആളാണ്. ഇയാളെ ബഹുമാനപൂർവ്വം ഇയാളെ ഷാദുലി തങ്ങൾ എന്നാണ് വിളിക്കുക. അങ്ങനത്തെ ഇതാണ് ഇപ്പം. ഇവരെ കുറ്റം പറഞ്ഞാൽ പറയും, കണ്ടോ ദിക്റിനെ എതിർക്കാണ്, ദുആനെ എതിർക്കാണ് എന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഈ സമുദായത്തിലേക്ക് പടർന്നു കയറിയ ഇത്തിക്കണ്ണികളാണ്. നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ വിവാഹത്തിൻ്റെതായ മേഖല ഇവിടെ പരാമർശിച്ച് കഴിഞ്ഞതാണ്. ഗെറ്റ് ടുഗദറിയാൽ ആ രൂപത്തിലുള്ള ഓരോ ചടങ്ങുകൾ, പിന്നെയോ എൻഗേജ്മെൻറ്റുകൾ, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാ പിന്നെ ഉറപ്പിക്കാൻ പോകലാണ്. ഇപ്പൊന്ന് ഉറപ്പിക്കാൻ പോകൽ നല്ല മുന്തിയ ഫോൺ കൊടുത്തിട്ട്, അതേപോലെ തന്നെ 4-5 പവനൊക്കെ സ്വർണ്ണാഭരണം അതും കൊടുക്കുകയാണ്. നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല, നിക്കാഹൊക്കെ അടുത്ത കൊല്ലമാണ്, 6 മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവർ തമ്മിൽ ഫോൺ വിളിയാണ്, ഒരുമിച്ച് കറങ്ങാൻ പോകുന്നുണ്ട്. പല വിവാഹങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിക്കാഹ് വേണ്ടി വന്നിട്ടില്ല, നിക്കാഹ് ക്യാൻസലാക്കിയിട്ടുണ്ട്, ഈ വിവാഹം നടക്കൂലെന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ പറയണ്. നടക്കൂല. കാരണം എന്താ? ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വിവാഹങ്ങളാണ്. ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും വിവാഹത്തിൻ്റെ ദിവസം നമ്മുടേതായ വീടുകളിൽ നടക്കാൻ പാടില്ല. മറിച്ചെന്തു വേണം? നാം യഥാർത്ഥത്തിലുള്ള ആ ഒരു കൃത്യമായ ഈമാനികമായ തുടക്കം ഞാൻ തുടക്കത്തിലെ ഓതി കൽപ്പിച്ചില്ലേ, നേരായ വഴി. സത്യവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെയും മക്കളെയും എല്ലാവരെയും നരകത്തിയിൽ നിന്ന് കാത്തോളൂ. ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഈ സന്ദേശമാണ് പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ കോൺഫറൻസ് ഇവിടെ സമാപിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപാട് മണിക്കൂറുകളായി ക്ഷമയോടെ കാര്യങ്ങൾ പഠിക്കാൻ എത്തിയവരാണ്. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്ഥലം ഇത്ര മനോഹരമായ വിശാലമായ, ആയിരങ്ങൾക്ക് ഇരിക്കാവുന്ന ഈ ഒരു വിശാലമായ സ്ഥലം, നമുക്കിതിന് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു മഹൽ വ്യക്തിത്വമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം സ്വർഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ രാപ്പകലില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ, കച്ചവടം മാറ്റിവെച്ച് കൂലിത്തൊഴിലിന് പോകുന്ന കൂലിത്തൊഴിലാളികൾ, അവരുടേതായ കൂലിപ്പണി പോലും വേണ്ടെന്ന് വെച്ച് ഈ സമ്മേളനത്തിൻ്റെ അഹോരാത്രം അതിനുവേണ്ടി അധ്വാനിച്ചു പണിയെടുത്ത നൂറുകണക്കിന് വളണ്ടിയർമാരുണ്ട്, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളും അല്ലാത്തവരുമൊക്കെ. അള്ളാഹുവേ, അവരുടെയൊക്കെ മനസ്സും അവരുടെയൊക്കെ ആത്മാർത്ഥതയും നീയാണ് അറിയുന്നവൻ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കുകയും സമ്പൂർണമായ പ്രതിഫലം ജന്നത്തിൽ നൽകി നീ എല്ലാവരെയും ആദരിക്കുകയും ചെയ്യണമേ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള വന്നവരിൽ രോഗികളുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, കഷ്ടപ്പാടുകളുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്കെല്ലാം കാവൽ നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവരും അല്ലാത്തവരുമൊക്കെ അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ കാരണം കരയേണ്ട ഒരവസ്ഥ വരാതെ, നമ്മുടെ മക്കൾ കാരണം ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സൗഭാഗ്യം ലഭിക്കുന്ന രക്ഷിതാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.